ഹലോ എവ്രിവൺ, എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുകയാണ്. എൻ്റെ പേര് ഫൈസൽ CA, നാട്ടിലെ തൃശ്ശൂരാണ്. വിംബിൾ അക്കാദമിയുടെ ഡയറക്ടറാണ്. ഇന്ന് വളരെ മനോഹരമായിട്ടുള്ള ഒരു ടോപ്പിക്കിനെ അധികരിച്ചുകൊണ്ടുള്ള ഒരു വർക്ക്ഷോപ്പിൽ, ഒരു വെബിനാറിൽ സംഘടിക്കാനാണ് നിങ്ങൾ ഓരോരുത്തരും ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. അതിലുള്ള സന്തോഷവും സ്നേഹവും ഒക്കെ ആദ്യമേ തന്നെ നിങ്ങളെ അറിയിക്കുകയാണ്. തീർച്ചയായിട്ടും വിംബിൾ അക്കാദമിയുടെ ഭാഗമായിട്ട് നിങ്ങളെല്ലാവരും സഞ്ചരിക്കുന്നതിലും അതേപോലെ തന്നെ അതിനോട് ചേർന്ന് നിൽക്കുന്നതിലുമുള്ള സന്തോഷം ആദ്യമേ തന്നെ രേഖപ്പെടുത്തുകയാണ്. വിംബിൾ അക്കാദമിയെ സംബന്ധിച്ചിടത്തോളം ഏകദേശം 1.5 വർഷം മുമ്പ് നമ്മൾ സമാരംഭം കുറിച്ചതാണ്. അങ്ങനെ തുടങ്ങുന്ന സമയത്ത് നമ്മുടെ മുമ്പിലുണ്ടായിരുന്ന ഒരു മോട്ടോ, അതല്ലെങ്കിൽ നമ്മളെ അതിലേക്ക് നയിച്ചത് തീർച്ചയായിട്ടും ഒരുപാട് ആളുകൾ, ഒരു പ്രൊഫഷണൽസ് ആകാം, അതല്ലെങ്കിൽ സാധാരണക്കാരായിട്ടുള്ള ആളുകളായി കഴിഞ്ഞാലും അവര് ഒരുപക്ഷെ അവർക്ക് നോളജ് ഉണ്ടാകാം, നോളജ് ഇല്ലാതിരിക്കാം. പക്ഷെ ഏതൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളവും അവർക്ക് നല്ല പൊട്ടൻഷ്യൽ ഉണ്ട് അല്ലെ. നിങ്ങൾ വിംബിൾ എന്നതിന്റെ തൊട്ടടിയിൽ ഒരു ശ്ലോകം കൊടുത്തിട്ടുണ്ട്, വണ്ടർലി പോസിബിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് വിഷയവും നമുക്ക് മനോഹരമായിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അതിശയിപ്പിക്കുന്ന രൂപത്തിൽ നമുക്ക് ചെയ്യാം. ഒരു ആർട്ട് ചെയ്യുന്ന സമയത്ത് സാധാരണയായിട്ടും വരയ്ക്കാം, അതേപോലെ തന്നെ മനോഹരമായിട്ട് മറ്റുള്ളവരെ അതിശയിപ്പിക്കുന്ന രൂപത്തിൽ അഭിനയമാകാം, ടീച്ചിങ് ആകാം, ട്രെയിനിങ് ആകാം, കൗൺസിലിംഗ് ആകാം. അതല്ല, ഒരു മനുഷ്യൻ സാധാരണയായിട്ട് വേറെ ഒന്നും വേണ്ട, ഒരു സാധാരണ മനുഷ്യൻ അവന്റെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ പോലും അവന്റെ ജീവിതത്തെ അതിശയിപ്പിക്കുന്ന രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അപ്പൊ ഇതേ രൂപത്തില് ഒരാളെ ഏറ്റവും മനോഹരമായ രൂപത്തിലേക്ക് പരിവർത്തിപ്പിക്കാൻ നമുക്ക് സാധിക്കും. അപ്പൊ അതിന്റെ പിന്നിൽ ചിലപ്പോൾ എന്തെങ്കിലും ഒരു മെന്റർ ആവശ്യമുണ്ടാകും, ഒരു ട്രെയിനിങ് ആവശ്യമുണ്ടാകും, ഒരു സ്കിൽ ഡെവലപ്മെന്റ് ആവശ്യമുണ്ടാകും. അപ്പൊ അതൊക്കെ ചെറിയ രൂപത്തിൽ നമുക്ക് ആളുകൾക്ക് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അവരിപ്പൊ നിൽക്കുന്ന പൊസിഷനിൽ നിന്ന് കുറച്ചുകൂടി മനോഹരമായിട്ടുള്ള പൊസിഷനുകളിലേക്ക് അവരെ ഉയർത്തി പറത്തിവിടാൻ നമുക്ക് പറ്റും എന്ന ഒരു ചിന്തയുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ വിംബിൾ അക്കാദമി ആരംഭിക്കുകയും അതിന്റെ പിന്നിൽ നമ്മളുടെ ഓരോ പ്രവർത്തനങ്ങളും, ഒരുപക്ഷെ വിംബിൾ അക്കാദമിയുടെ വ്യത്യസ്തമായിട്ടുള്ള കോഴ്സുകളിൽ പങ്കെടുത്ത ആളുകൾ ഇവിടെ ഉണ്ടാകും, പ്രൊഫഷണൽ ട്രെയിനിങ് ബാച്ചുകളിൽ പങ്കെടുത്ത ആളുകൾ ഉണ്ടാകും. ഏകദേശം നമ്മൾ 17 ബാച്ചുകൾ കംപ്ലീറ്റ് ചെയ്തു. 18ാമത്തെ ബാച്ച് നമ്മൾ 16 ബാച്ചുകൾ കംപ്ലീറ്റ് ചെയ്യുകയും 17ാമത്തെ ബാച്ച് നമ്മളിപ്പോൾ റൺ ചെയ്യുകയും 18ാമത്തെ ബാച്ച് നമ്മൾ തുടങ്ങാൻ പോവുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ വ്യത്യസ്തമായിട്ടുള്ള CBT ആവട്ടെ, ബിഹേവിയറൽ മാനേജ്മെന്റ് തെറാപ്പി ആവട്ടെ, റിലാക്സേഷൻ തെറാപ്പി ആവട്ടെ, ഇങ്ങനെ തുടങ്ങി വ്യത്യസ്തമായിട്ടുള്ള തെറാപ്പികളിലൊക്കെ പങ്കെടുത്ത ഒത്തിരി സ്റ്റുഡൻസ്, പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് ഉൾപ്പെടെയുള്ള ഒത്തിരി സ്റ്റുഡൻസുകൾ നമ്മുടെ കൂടെയുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും നമ്മളൊരു വാല്യൂ, ഒരു കൾച്ചർ നമ്മൾ രൂപപ്പെടുത്തുക, നമ്മൾ വളരുന്നതിനോടൊപ്പം തന്നെ മറ്റുള്ളവരെയും വളർത്തുക, അവരെ ചേർത്ത് പിടിക്കുക, അവരെ ഉയർത്താൻ നമ്മൾ അവരെ ഒരു ലെവലിലേക്ക് നമ്മൾ എത്തിക്കുകയും ശേഷം അവർ ഉയർന്ന് പറക്കുന്നതും നമ്മൾ കാണുന്ന രൂപത്തിലേക്ക് നമ്മൾ ഓരോരുത്തരും സപ്പോർട്ട് ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് നമ്മൾ രൂപപ്പെടുക എന്നുള്ളതാണ് അടിസ്ഥാനപരമായിട്ട് നമ്മളുടെ ലക്ഷ്യവും നമ്മളുടെ മോട്ടോയും ഒക്കെ. അപ്പൊ ആ രൂപത്തിലാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൽ നമ്മളോട് കൊളാബ് ചെയ്തുകൊണ്ട്, നമ്മളോട് സഹകരിച്ചുകൊണ്ട് വ്യത്യസ്തമായിട്ടുള്ള ആളുകൾ നമ്മളോട് ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരാളാണ് നമ്മുടെ ഇന്ന് നമുക്ക് സെഷൻ എടുക്കാൻ വരുന്ന ഡോക്ടർ യൂനിസ് സാർ. അദ്ദേഹം ഡോക്ടറാണ്, അതേപോലെ തന്നെ അതിനോടൊപ്പം തന്നെ സൈക്കോ തെറാപ്പിസ്റ്റ് ആണ്. അദ്ദേഹം എറണാകുളത്ത് ഒരു ക്ലിനിക്ക് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ അതിനിടയിൽ നമ്മളുമായിട്ട് സംസാരിക്കാനും സംവദിക്കാനും ഒക്കെ സമയം കണ്ടെത്തുകയും നമുക്ക് ചില വാല്യൂസ് നൽകാനും ഒക്കെ അദ്ദേഹം സന്തോഷത്തോടു കൂടി ഇവിടെ എത്തിയിരിക്കുകയാണ്. നേരത്തെ നമുക്ക് കോൺഷ്യസ് ഗ്രേറ്റ്ഫുൾനെസ് എന്നുള്ള ഒരു വിഷയത്തിൽ നേരത്തെ ഒരു ടോക്ക് സാറിന്റെ ഉണ്ടായിരുന്നു. അത് നമ്മുടെ യൂട്യൂബിൽ അവൈലബിൾ ആണ്. വളരെ വൃത്തിയായിട്ടുള്ള ഒരു വെബിനാർ ആയിരുന്നു അത്. ആവശ്യമുള്ളവർ നമ്മുടെ വിംബിൾ അക്കാദമിയുടെ ചാനലിൽ പോയിട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതിനോടൊപ്പം തന്നെ നമ്മളൊരു പ്രീ മാരിറ്റൽ കൗൺസിലിംഗിന്റെ ഒരു ബാച്ചും സാറിന്റെ അണ്ടറിലായിട്ട് നമ്മൾ നടത്തി. 3 days വർക്ക്ഷോപ്പ് ആയിരുന്നു. വളരെ മനോഹരമായിട്ടുള്ള ഏകദേശം പ്രീ മാരിറ്റൽ കൗൺസിലിംഗിന്റെ എല്ലാ ഭാഗങ്ങളെയും നമ്മുടെ സമയപരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് ടച്ച് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലുള്ള ഒരു മനോഹരമായിട്ടുള്ള ഒരു വർക്ക്ഷോപ്പും 3 days വർക്ക്ഷോപ്പും നമ്മൾ സംഘടിപ്പിക്കുകയുണ്ടായിരുന്നു. അപ്പൊ ഇന്ന് തീർച്ചയായിട്ടും നമുക്കൊക്കെ യൂസ്ഫുൾ ആകുന്ന, നേരത്തെ വിംബിൾ അക്കാദമിയുടെ ഗ്രൂപ്പിൽ സാറ് വന്ന് വോയിസ് ഇട്ടതുപോലെ തന്നെ ഒരു എനർജി ഇൻ യു എന്നുള്ളതാണ് ഇന്നത്തെ ടോപ്പിക്. അപ്പൊ ആ ഒരു വിഷയത്തിൽ നമ്മളുടെ ഒരു എനർജിയെ എങ്ങനെ നമുക്ക് നല്ല രീതിയിൽ നമുക്ക്
ഒരു റിസൾട്ട് ഓറിയന്റഡ് ആയിട്ട് നമുക്ക് ഒരു ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു വിഷയത്തെക്കുറിച്ച് ഇന്ന് സാറ് നമ്മളോട് സംസാരിക്കാനാണ് എത്തിയിരിക്കുന്നത്. ക്ലിനിക്കിലെ പേഷ്യൻസ് ഉണ്ടായിരുന്നു എന്ന് സാറ് പറഞ്ഞു. അപ്പൊ അതിന്റെ ഇടയിൽ സാർ അത് കഴിഞ്ഞ് ഇവിടേക്ക് ജോയിൻ ചെയ്തിട്ടുണ്ട്. സാറ് റെഡി ആണല്ലോ അല്ലെ സാറേ? ഡോക്ടർ സാർ. ഹലോ. യൂനുസ് സാർ. ഓക്കെ ഒറ്റ മിനിറ്റ് സാറേ. അപ്പോ സാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോ സാറിനെ പ്രത്യേകം ഈ ഒരു സെഷനിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യാണ്. കാരണം കഴിഞ്ഞ സെഷൻ എടുത്ത സമയത്ത് ഞാൻ സാറിനോട് ഞാൻ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും വേണ്ടി ഇനിയും നമുക്കൊരു സെഷൻ എടുക്കണം എന്നുള്ളത്. അപ്പൊ സാറ് ആ ഒരു സെഷൻ എടുക്കാൻ വേണ്ടി സന്നദ്ധമായി അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്ത് ക്ലിനിക്കിലെ ആ ഒരു ടൈം ഷെഡ്യൂളൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വന്നതിലുള്ള അതിയായ സ്നേഹം അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ ഒരു സെഷനിൽ പങ്കെടുക്കാൻ വേണ്ടി, ഇത് ലേൺ ചെയ്യാൻ വേണ്ടി, അത് ജീവിതത്തിൽ പകർത്താൻ വേണ്ടി, അത് പകർന്നു കൊടുക്കാൻ വേണ്ടി എത്തിച്ചേർന്നിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ഈ ഒരു സെഷനിലേക്ക് എല്ലാവരെയും ഞാൻ കൃത്യമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഈ ഒരു സെഷൻ ലീഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ യൂനുസ് സാറിനെ വളരെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. സാർ പ്ലീസ്. യൂനുസ് സാർ. ഓക്കെ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇന്നത്തെ ടോപ്പിക്കിന്റെ വാല്യൂ എല്ലാവർക്കും അറിയാവുന്ന തന്നെയാണ്. ഞാൻ കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? എൻ്റെ വോയിസ് കൃത്യമായിട്ട് കേൾക്കുന്നില്ലേ? ക്ലിയർ ആണ്. ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് എനർജി ഇൻ യു എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ എനർജി എന്ന് പറയുന്നതിൻ്റെ വാല്യൂ നമുക്ക് മനസ്സിലാകുന്നത് നമ്മൾ ഭയങ്കര എനർജിയിൽ ഇരിക്കുമ്പോഴാണ്. നമ്മുടെ എനർജി ഏകദേശം ഒരു ടോപ്പ് ലെവലിലാണോ ഇപ്പോൾ എന്നുള്ളത് എല്ലാവരും ഒന്ന് പരിശോധിക്കുക. അങ്ങനെ എനർജി ഒരു വിധത്തിലൊക്കെ കഴിഞ്ഞ് നമ്മൾ ജോലി കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരുപാട് ക്ലയൻസിനെ കണ്ട് സംസാരിച്ചതിന് ശേഷം ഒരുപാട് ട്രെയിൻ ചെയ്തതിന് ശേഷമൊക്കെ ആണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നതെങ്കിൽ ഒരുപക്ഷെ നമ്മൾ കംപ്ലീറ്റ്ലി ഡ്രെയിൻ ആയിട്ടൊക്കെ ഇരിക്കുകയായിരിക്കും ഇപ്പോൾ. അപ്പൊ അങ്ങനെയുള്ള ആളുകൾ ജസ്റ്റ് ഒന്ന് ഒരു 2 മിനിറ്റ്സോ അല്ലെങ്കിൽ 1 മിനിറ്റ് ഒക്കെ ഒന്ന് ബ്രീത്ത് എടുത്ത് ഒന്ന് റിലാക്സ് ആയിട്ടിരിക്കുക. ബ്രീത്ത് എടുക്കുന്നത് ചുമ്മാ ഒന്ന് കുറച്ച് നേരം ഒന്ന് ഇൻഹേൽ ചെയ്യുക, ഒന്ന് ഹോൾഡ് ചെയ്യുക, എക്സേൽ ചെയ്യുക. അത് ഒരു 2-3 തവണ ചെയ്താൽ തന്നെ ഒന്ന് ഫ്രീ ആകും, നമ്മൾ മെന്റലി ഒന്ന് ഫ്രീ ആകും. ഓക്കെ, നമ്മൾ ഒരു എനർജി എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിൽ സംസാരിക്കുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട് ശരിക്കും അല്ലെ? ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചിലപ്പോൾ മനസ്സിലാക്കാനുണ്ടാവും, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയുന്നുണ്ടാവും. നമ്മൾ പറഞ്ഞ ഒരു ടോപ്പിക് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരു എനർജി എന്ന് പറയുന്ന ഒരു പോയിന്റിൽ സംസാരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനെ മനസ്സിലാക്കാനും നമുക്കൊക്കെ അറിയാവുന്ന എനർജീസും നമുക്കറിയാവുന്ന വൈബ്രേഷനും നമുക്കറിയാവുന്ന ഫ്രീക്വൻസികളൊക്കെ ഉണ്ട് അല്ലെ? അപ്പൊ നമുക്ക് എന്താണ് ഒരു എനർജി എന്ന് പറയുന്ന ഒരു വിഷയത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ എപ്പോഴും നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു കോട്ടാണ് ഈ നിക്കോള ടെസ്ല പറഞ്ഞത്. നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. ഇഫ് യു വാണ്ട് ടു ഫൈൻഡ് ദ സീക്രറ്റ് ഓഫ് ദ യൂണിവേഴ്സ്, തിങ്ക് ഇൻ ടേംസ് ഓഫ് എനർജി, ഫ്രീക്വൻസി ആൻഡ് വൈബ്രേഷൻ. ഈ 3 ടേംസിലാണ് നമ്മൾ യൂണിവേഴ്സിനെ യൂണിവേഴ്സിന്റെ സീക്രറ്റ്സ് അറിയാണെങ്കിൽ നമ്മൾ പഠിക്കേണ്ടത്, നമ്മൾ അറിയേണ്ടത്, അതിനെ മനസ്സിലാക്കേണ്ടത് എനർജി എന്നുള്ള ടേമിൽ, അതുപോലെ വൈബ്രേഷൻ എന്നുള്ള ടേമിൽ, അതുപോലെ തന്നെ ഫ്രീക്വൻസി എന്നുള്ള ടേമിലാണ്. അപ്പൊ ഈ കോട്ട് നമുക്കൊക്കെ അറിയാവുന്ന, എല്ലാവർക്കും പ്രത്യേകിച്ച് ഈ സൈക്കോളജി ഫീൽഡിലുള്ള ആളുകൾ, പ്രത്യേകിച്ച് ഫിസിക്സുമായി ബന്ധപ്പെട്ടിട്ട്, ഫിസിക്സിനായിട്ട് ഒരു ഭയങ്കര ഒരു കോമ്പിനേഷൻ നമുക്ക് യൂണിവേഴ്സിലും നമ്മുടെ തിയറീസിലും എല്ലാത്തിലും ഉണ്ടല്ലോ. ഒരു മെറ്റാഫിസിക്സിന്റെ ഒരു ഇന്റഗ്രേഷൻ നമ്മുടെ സൈക്കോളജിക്കൽ സിസ്റ്റത്തിൽ എപ്പോഴും പല സിസ്റ്റത്തിൽ കാണാറുണ്ട്, പല കേസുകളിലും പല സയന്റിസ്റ്റുമാർ പറയുന്നൊക്കെ ആയിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോ അവിടെ നമ്മൾ എനർജിനെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് എനർജിന്റെ ബേസിക് ആയിട്ടുള്ള ഒരു കോട്ട് നമ്മൾ എപ്പോഴും പറയുന്ന ഒന്നാണ് ഇത്. അപ്പൊ നമ്മുടെ എപ്പോഴും നാച്ചുറിനായിട്ട് നമ്മൾ കണക്റ്റഡ് ആണ്. നാച്ചുർ എന്ന് പറയുന്ന ഒരുപാട് കാര്യങ്ങളായിട്ട് നമ്മുടെ ഹ്യൂമൻ ബീങ്സ്, നമ്മൾ എന്ന് പറയുന്ന ഞാൻ കണക്റ്റഡ് ആണ്. അപ്പൊ എൻ്റെ ഓരോ ഇമോഷൻസിന് ഓരോ എനർജി ഉണ്ട്. നമ്മുടെ ലൈഫിൽ ഉണ്ടാവുന്ന ഓരോ ഇവന്റ്സിന് ഒരു എനർജി ഉണ്ട്. ആ എനർജി വേറൊരാള്, കാരണം അത് വേറൊരാൾക്ക് കണക്ട് ചെയ്യാൻ പറ്റും, വേറൊരാൾക്ക്
നമുക്ക് സ്പ്രെഡ് ചെയ്യാൻ പറ്റും. ആ ഇമോഷൻസ് നമ്മൾ ഒരാൾക്ക് കൊടുക്കുന്ന പോലെ ആ ഇമോഷൻസിന്റെ എനർജി, ആ ഒരു ഫ്രീക്വൻസി നമുക്ക് വേറൊരാൾക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ആ എനർജി വേറൊരാൾക്ക് കൃത്യമായിട്ട് എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ എനർജി ലൂസ് ചെയ്യാനും പറ്റും. നമ്മുടെ എനർജി നെഗറ്റീവ് തോട്ട്സിലോട്ടിലേക്ക് കൊണ്ടുപോകാനും കഴിയും. അപ്പൊ നെഗറ്റീവ് തിങ്സും പോസിറ്റീവ് തിങ്സും ഒക്കെ ഉണ്ട് എന്നുള്ളതും അതൊക്കെ എങ്ങനെയാണ് വർക്കൗട്ട് ആവുന്നതുള്ളതും ഒക്കെ നമുക്ക് അറിയാവുന്നതാണ്. പക്ഷെ അത് എനർജി ലെവലിലേക്ക് നമ്മളൊന്ന് മാറ്റി വെക്കുന്ന സമയത്ത്, എനർജി ലെവലിലേക്ക് ഇതിനൊന്ന് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ക്ലാരിറ്റി, ഇൻ ഡെപ്തിൽ ക്ലാരിറ്റി നമുക്ക് വരും. അപ്പോൾ നമുക്ക് എന്താണ് എനർജി എന്ന് പറയുന്നത്? എനർജി എന്ന് പറയുന്നത് നമുക്ക് ഫീൽ ചെയ്യുന്ന എനർജി എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും ഒരു ഫോഴ്സ് ആയിട്ട് എനർജി ഫീൽ ചെയ്യാം, അല്ലെ? ഒരു 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 ചുഴലിക്കാറ്റ്, ചുഴലി അടിക്കുന്ന സമയത്ത് നമുക്ക് അറിയാം അത് നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കാന്ന് ചോദിക്കാം. നമ്മളിങ്ങനെ വിഷ്വലൈസേഷനിൽ നമുക്ക് ഇങ്ങനെ വരണുണ്ട് ഒരു ചുഴലിക്കാറ്റ്. നമ്മളൊക്കെ കണ്ടിട്ടുണ്ടാവും, ചെറിയ രീതിയിലുള്ള ചുഴലിക്കാറ്റുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. അപ്പൊ അതിങ്ങനെ തിരിയുന്നതും അതിങ്ങനെ അതിന്റെ ഒരു സർക്കുലർ എന്താണ് ഈ പറയുന്ന മോഷനൊക്കെ നമ്മൾ ഇങ്ങനെ കാണുന്നുണ്ടാവും. അങ്ങനെ കാണുന്നതിൽ അതിങ്ങനെ ഒരു മണ്ണിലൂടെ ഇങ്ങനെ പോവുകയാണെങ്കിൽ ഒരുപാട് ഡസ്റ്റ് പാർട്ടിക്കിൾസ് അത് എന്ത് ചെയ്യുന്നുണ്ട്, മേലോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അതിലുണ്ടാവുന്ന കുറെ പ്ലാസ്റ്റിക്സിനെ അത് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതിലോട്ട് അങ്ങ് കയറിയിരിക്കുന്ന സമയത്ത് ആ ഒരു ചെറിയ ഒരു എന്താണ് വിൻഡ് ഫീൽഡിലേക്ക് നമ്മളൊന്ന് കയറുന്ന സമയത്ത് ഈ കാറ്റ് നമ്മളെ അടിക്കുന്ന സമയത്ത് നമുക്കുണ്ടാവുന്ന, നമ്മളെ പുഷ് ചെയ്യുന്നതും നമ്മൾ തിരിച്ച് അതിനെ പുഷ് ചെയ്യുന്നതുമായിട്ടുള്ള ഒരു ഫോഴ്സ് ഉണ്ടല്ലോ. ഈ ഫോഴ്സ് ആണ് നമുക്ക് എപ്പോഴും എനർജി ആയിട്ട് ഫീൽ ചെയ്യുന്നത്. എനർജി നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു കാര്യമാണ്. എനർജി എന്ന് പറയുന്നത് അതിന് കൺസർവേഷൻ ലോ ഒക്കെ ഉണ്ട്. നമ്മൾ ചെറിയ പ്രായത്തിലൊക്കെ പഠിച്ച ഒരു കൺസർവേറ്റീവ് ലോ ഒക്കെ ഉണ്ട് എനർജിക്ക്, അല്ലെ? എനർജി എന്താ ഡിസ്ട്രോയ് ചെയ്യപ്പെടുന്നില്ല, അതുപോലെ തന്നെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നില്ല. പക്ഷെ ഒരു ഫോമിൽ നിന്ന് മറ്റൊരു ഫോമിലോട്ട് അത് മാറുന്നുണ്ട്. അപ്പൊ അങ്ങനെ ആ ഒരു ചെറിയൊരു കാര്യങ്ങൾ വെച്ച് തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്ന എനർജി, നമ്മൾ ഉള്ളിൽ ഉണ്ടാവുന്ന എനർജി, ഇതെങ്ങനെയാണ് വർക്കൗട്ട് ആവുന്നത്, ഇതെങ്ങനെയാണ് പുറത്തെത്തിക്കുന്നത്? അപ്പൊ ഇതിന്റെ ഒരു ഫസ്റ്റ് സെഷൻ ഉണ്ടല്ലോ, ഒരു ഇൻട്രൊഡക്ഷൻ, കുറച്ച് നമുക്ക് തലങ്ങനെ ഒരു ബോറടിക്കലിലോട്ടൊക്കെ പോകാൻ സാധ്യതയുണ്ട്. നമുക്കൊരു എന്താ പറയാ, ഒരു കോൺസെൻട്രേഷൻ നമുക്ക് ഇങ്ങനെ ഒരു പോയിന്റിൽ ഇങ്ങനെ പോയിന്റ് ടു പോയിന്റ് കോൺസെൻട്രേഷൻ വരാത്ത ഒരു പോയിന്റ് ആണത്. കാരണം നമ്മൾ പണ്ട് സ്കൂളിലൊക്കെ പഠിച്ചിട്ടുള്ള പല സാധനങ്ങളും, ഇപ്പൊ തെർമോഡൈനാമിക്സിന്റെ ലോ എന്താണ് എന്ന് ഇപ്പൊ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയോ? നമുക്ക് ഓരോ ആള്, നമ്മളൊക്കെ പഠിച്ചു കാണും, സയൻസ് എടുത്ത ബാച്ചിലുള്ള ആളുകൾക്കൊക്കെ പഠിച്ചു കാണും എന്താണ് ന്യൂട്ടൺസ് ലോ എന്ന് കൃത്യമായിട്ട് ചോദിച്ചാൽ, എന്താണ് ഐൻസ്റ്റീന്റെ റിഫ്ലക്റ്റീവ് തിയറീസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, റിലേറ്റിവിറ്റി തിയറീസ് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്കൊന്നും അത്ര പെട്ടെന്ന് അത് കണക്ട് ആവണം നിർബന്ധമൊന്നുമില്ല. അപ്പോ നമ്മൾ പഠിക്കുന്ന ചില കാര്യങ്ങൾ ഇവിടെ ചിലത് നമുക്ക് ഇവിടെ ഇങ്ങനെ കുറച്ച് ഇതിലേക്ക് ഇങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്യാനുണ്ടാവും. അപ്പൊ ഇതിന് ഇൻട്രൊഡക്ഷൻ പാർട്ട് കുറച്ച് നമുക്ക് ഒരു കുറച്ചും കൂടെ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യാം, ഒന്ന് മൈൻഡ് ഫ്രീ ആയിട്ടിരിക്കുക, എന്നാൽ മാത്രമേ കുറച്ചൊന്ന് കണക്ട് ചെയ്യുള്ളൂ. അപ്പൊ അതിൽ നിന്ന് ഞാൻ എത്തുന്നത്, കാരണം ആ കുറച്ച് ടേംസ് ഞാൻ ആദ്യം പറയുന്നതിന് ഉദ്ദേശം എന്താ വെച്ചാൽ നെക്സ്റ്റ് നമ്മൾ പറയുന്ന മെയിൻ കൺസെപ്റ്റിലോട്ട് അത് അത്യാവശ്യമാണ്. അപ്പൊ അതുകൊണ്ടാണ് കുറച്ച് എനർജിനെ ഒന്ന് ഡിഫൈൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇവിടെ പറയുന്നത് എന്താ വെച്ചാൽ, എനർജി എന്ന് പറയുന്നതിൽ നമ്മൾ ഈ മനസ്സിലാക്കിയ ഓരോ നമുക്ക് ഫീൽ ചെയ്യുന്ന ഈ പുഷ് അല്ലെങ്കിൽ ഒരു ഫോഴ്സ്, ഇതാണ് എനർജി നമുക്കായിട്ട് ഫീൽ ചെയ്യുന്നത്, അല്ലെ? നമുക്ക് വേറൊരാൾ നമ്മളെ കുറിച്ച് ചിന്തിക്കുന്നു എന്ന് നമുക്ക് ഫീൽ ചെയ്യുന്ന എപ്പോഴാണ്? നമ്മൾ അയാളെ കുറിച്ച് ചിന്തിക്കുന്നു എന്ന് പറയുന്നത്, നമ്മൾ അയാളെ കുറിച്ച് നമ്മൾ ഒന്ന് ഓർക്കുന്നു. അപ്പൊ നമ്മൾ ഒരാള് എവിടോ ദൂരത്തേക്ക്, ചിലപ്പോൾ നമ്മൾ ഹസ്ബൻഡ് വൈഫ് ആയിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും റിലേഷൻഷിപ്പിൽ ഒരു പ്രണയമായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും നല്ല സുഹൃത്തായിരിക്കാം. അപ്പൊ ഇത് വേറെ എവിടെയോ കിടക്കുന്ന ഒരാളെ നമ്മൾ ഇവിടുന്ന് നമ്മൾ ആലോചിച്ച് നമ്മൾ അയാളെ കുറിച്ച് ഇങ്ങനെ ചിന്തിക്കുമ്പോൾ നമ്മൾക്ക് ഇങ്ങനെ തോന്നും, ഇയാൾ ഇപ്പൊ ശരിക്കും എന്നെ കുറിച്ചും ചിന്തിക്കുന്നുണ്ടാവുമോ, ഇയാൾ എന്നെ കുറിച്ചും ചിന്തിക്കുന്നുണ്ടാകുമോ? അപ്പോ ഈ ടെലിപ്പതി എന്നൊക്കെ പറയുന്ന സംഭവത്തിനെ കുറിച്ചൊക്കെ നമ്മൾ ഇങ്ങനെ പറയും. അത് മോഡേൺ സൈക്കോളജിയിൽ അല്ലെങ്കിൽ മോഡേൺ സയൻസിൽ അതിന് കോയിൻസിഡൻസ് എന്നൊക്കെ പറഞ്ഞതിനെ ഒരു മിസ്റ്റിക് സാധനങ്ങളൊക്കെ ആയിട്ടാണ് അതിനെ വെച്ചേക്കുന്നത്. അപ്പൊ ഇവിടെ ശരിക്കും ഈ എനർജി എങ്ങനെയാണ് പോകുന്നത്? നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു എനർജി പുറത്തോട്ട് എങ്ങനെയാണ് പോകുന്നത്? ആ ആളായിട്ട് നമ്മുടെ എനർജി എങ്ങനെയാണ് കമ്പൈൻ ചെയ്യുന്നത്? അല്ലെങ്കിൽ അയാൾക്ക് ഇത് എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്? ഇതിന്റെ ഫ്രീക്വൻസികൾ എന്തൊക്കെയാണ്? ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ പോലും അറിയാതെ നമ്മൾ നാച്ചുറലിലേക്ക് നമ്മൾ സ്പ്രെഡ് ചെയ്യുന്ന ഒരുപാട് തരം എനർജി നമ്മുടെ ശരീരത്തിലുണ്ട്. അപ്പൊ നമ്മൾ ഒരു അതിന് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കുന്നത് വെച്ചാൽ ഏറ്റവും ബേസിക് ലെവലിൽ നമ്മൾ തുടങ്ങുന്നത് ആറ്റം എന്ന് പറയുന്നത്. അപ്പൊ ആറ്റം എന്ന് പറയുന്നതിൽ ഒരുപാട് ഈ ന്യൂക്ലിയസിൽ ഒരുപാട് പ്രോട്ടോൺസ് ഉണ്ട്, ഇലക്ട്രോൺസ് ഉണ്ട്, ഇങ്ങനെ പോസിറ്റീവ് എനർജി ഉള്ളതുണ്ട്, നെഗറ്റീവ് എനർജി ഉള്ളതുണ്ട്, ഇതിനെ സറൗണ്ട് ചെയ്യുന്നുണ്ട്. ഇതേപോലെ തന്നെ നമ്മൾ സ്പേസിന് എടുത്തു കഴിഞ്ഞാൽ സൂര്യന് ചുറ്റും നിൽക്കുന്ന ഒരുപാട് ഗ്രഹങ്ങളുണ്ട്, അതിൽ ഒരുപാട് പോസിറ്റീവ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ട്, ഒരുപാട് ടൈപ്പ് ഓഫ് ഫോഴ്സുകൾ ഉണ്ട്, ഒരുപാട് എനർജീസ് ഉണ്ട്. അപ്പൊ ഇങ്ങനെ ഒരേ പാറ്റേണുകൾ നമ്മൾ ഒരുപാട് കാര്യത്തിൽ നമുക്ക് കാണാൻ പറ്റും. ഇതേ പാറ്റേൺ തന്നെ നമ്മുടെ ശരീരത്തിനുണ്ട്, നമ്മുടെ മനസ്സിനുണ്ട്.
ഇതേ പാറ്റേൺ തന്നെ. അപ്പൊ ഇതിലൊരു ന്യൂക്ലിയസ് ഉണ്ട്, ഒരു സെന്റർ ഓഫ് ഗ്രാവിറ്റി. നമുക്ക് ഗ്രാവിറ്റേഷൻ ഫോഴ്സ് പോലെ നമ്മുടെ മനസ്സിനും ഇത് എവിടേക്കാണ് അട്രാക്ട് ചെയ്യുന്നത് എന്നുള്ള ഒരു സാധനം ആ ഒരു എനർജി ലെവലിൽ നിന്നാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മളൊക്കെ പലപ്പോഴും കേട്ടിട്ടുള്ള ഒരു ടോപ്പിക് ആയിരിക്കും യൂണിവേഴ്സൽ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ലോ ഓഫ് അട്രാക്ഷൻ എവിടുന്ന സ്റ്റാർട്ട് ചെയ്യുന്നത്? എനർജി ലെവലിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ലോ ഓഫ് അട്രാക്ഷൻ. അപ്പൊ ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ച് നമുക്ക് ഒരുപാട് അറിയുന്നുണ്ടാവും. ലോ ഓഫ് അട്രാക്ഷൻ എവിടുന്ന സ്റ്റാർട്ട് ചെയ്യുന്നത്, എങ്ങനെയാണ് വരുന്നത്, എങ്ങനെയാണ് ഞാൻ ആഗ്രഹിക്കുന്ന സാധനം യൂണിവേഴ്സ് മൊത്തം കൺസ്പയർ ചെയ്ത് എനിക്കത് തരുന്നത്. പോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലെ, നമ്മളൊക്കെ പല ക്ലാസ്സുകൾ പറഞ്ഞിട്ടുണ്ട്. അതായത് ഞാൻ ആഗ്രഹിച്ച അമിതമായി തീവ്രമായിട്ട് ഞാൻ ഒരു കാര്യത്തെ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ഈ യൂണിവേഴ്സ് കംപ്ലീറ്റ് എനിക്കത് കോൺസ്പയർ ചെയ്ത് എനിക്ക് തരും, എനിക്കുള്ള അതിനുള്ള സ്പേസും എനിക്ക് ക്രിയേറ്റ് ചെയ്ത് തരും എന്ന് പറയുന്നത് എവിടുന്നാണ്? ലോ ഓഫ് അട്രാക്ഷൻ ആണ്. ലോ ഓഫ് അട്രാക്ഷൻ എങ്ങനെയാണ് തുടങ്ങുന്നത്? ഈ പറയുന്ന എനർജിയാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പൊ നമ്മൾ പുറപ്പെടുവിപ്പിക്കുന്ന എനർജി, നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുന്ന ഈ എനർജി എന്ന് പറയുന്നത് നമ്മൾ എവിടുന്നും ക്രിയേറ്റ് ചെയ്തതോ നമ്മൾ എവിടുന്നും ആരുടെങ്കിലും ഇല്ലാതാക്കി നമ്മൾ പിടിച്ചു വാങ്ങിയ ഒന്നുമല്ല. നമ്മുടെ ലൈഫിൽ നിന്ന് നമ്മൾ ഗെയിൻ ചെയ്തെടുത്ത, നമ്മുടെ ഫൈവ് സെൻസ് ഓർഗൻസിലൂടെ നമ്മൾ ഗെയിൻ ചെയ്തെടുത്ത നമ്മുടെ ശരീരത്തിൽ എനർജീസ് ഉണ്ട്. ആ എനർജി പലതും ഇമോഷൻസിലൂടെ നമ്മൾ ഗെയിൻ ചെയ്തതാവാം. പല ഇമോഷൻസ് കൊണ്ട് നമ്മൾ പല എനർജി നമ്മൾ കളഞ്ഞിട്ടുണ്ടാവും, ലൂസ് ചെയ്തിട്ടുണ്ടാവും. നമ്മൾ ഹെറിഡിറ്ററി ആയിട്ട് നമുക്ക് കുറച്ച് എനർജി വേറെ വന്നിട്ടുണ്ട്. കാരണം നമ്മുടെ ഫാമിലിയിലൊക്കെ നമുക്ക് നോക്കാം. അപ്പൊ എന്താണ് പാരന്റിങ്ങിലൊക്കെ ഞാൻ ഒരു മെയിൻ പാർട്ടാണ് നമുക്ക് ഫാദർ ആൻഡ് മദറിന്റെ എനർജി എന്ന് പറയുന്നത്. അപ്പോ ഇവരെ എനർജി, നമ്മുടെ ഫാദറിന്റെയും മദറിന്റെയും ഒരു എനർജി ലെവല് എങ്ങനെയാണോ, ഇവരെ കോൺഷ്യസ് ലെവല് എങ്ങനെയാണോ, ഇതായിരിക്കും നമുക്ക് ഒരു പരിധി വരെ നമുക്ക് കിട്ടിയിട്ടുണ്ടാവാം. അപ്പൊ ഇതും ഒരു ബേസിക്കലി ഒരു എനർജി ലെവൽ അവിടെ കാണും. അവിടെ മുതലായിരിക്കും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവുക, ഗെയിൻ ചെയ്യാൻ തുടങ്ങുന്നത്. അങ്ങനെ ഓരോ ഭാഗത്തു നിന്നും എനർജി നമ്മൾ എങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്, എടുത്തിട്ടാണ് നമ്മുടെ ഇമോഷൻസും കാര്യങ്ങളൊക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അതായത് ജോയ് ഡിസ്പെൻസ ഏറ്റവും ഒരു ബേസിക്കലി ഈ പറയുന്ന ഇത്തരത്തിലുണ്ടാകുന്ന ഒരു കോൺസെപ്റ്റുകൾ ക്രിയേറ്റ് ചെയ്ത ഒരാളാണ് ജോയ് ഡിസ്പെൻസ എന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു സെഷനിൽ ആൾ പറയുന്നുണ്ട്, നമ്മൾ ചുമ്മാ ഒരു മെഡിറ്റേഷനിൽ ഇരിക്കുകയാണ്. ഈ മെഡിറ്റേഷനിൽ ഇരിക്കുന്ന സമയത്ത് നമ്മൾ ഭയങ്കര ബോഡിയും നമ്മുടെ ശരീരം, ഇപ്പൊ നമ്മൾ ലോ ഓഫ് അട്രാക്ഷൻ ഒക്കെ നമ്മൾ ഒരുപാട് കാര്യത്തിൽ നമ്മൾ ഡിഫൈൻ ചെയ്യാറുണ്ട് അല്ലെ. പക്ഷെ ഇത് എങ്ങനെ വർക്ക്ഔട്ട് ആവുന്നു എന്നുള്ള വിഷയത്തിൽ നമ്മൾ കുറച്ചും കൂടെ ക്ലാരിറ്റി വരണം. നമ്മൾ ക്ലാരിറ്റി എന്ന് പറയുന്നത്, നമ്മൾ മുമ്പ് ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞു, ക്ലാരിറ്റി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് ക്ലാരിറ്റി ഇല്ലാത്തതിന്റെ ഭാഗമായിട്ടാണ് പലപ്പോഴും ചില കാര്യങ്ങൾ ഡിഫൈൻ ചെയ്യാൻ പറ്റാത്തത്. അപ്പോ ക്ലാരിറ്റി എന്ന് പറയുന്നത് ഈ വിഷയത്തിൽ നമ്മളിപ്പോ ഒരു സ്റ്റാറ്റിക് ആയിട്ട് നമ്മൾ ഭയങ്കര റിലാക്സ്ഡ് ആയിട്ട് നമ്മൾ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇപ്പൊ മെഡിറ്റേഷൻ ചെയ്യാൻ വേണ്ടി നമ്മളിങ്ങനെ ഉപയോഗിക്കാന്നുള്ള നമ്മളൊരു സ്പേസിനെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ ഒരു പോയിന്റിൽ നമ്മുടെ ഹാർട്ട് ഉണ്ട്, ബ്രെയിൻ ഉണ്ട്. ഇത് രണ്ടും ആയിരിക്കുമല്ലോ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ റിലേറ്റ് ചെയ്യുന്ന, നമ്മുടെ ഇമോഷൻസിനെയും നമ്മുടെ വിഷ്വലൈസേഷനും അഫർമേഷനും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്ന രണ്ടാളുകൾ ഇവർ രണ്ടുപേരുമാണല്ലോ. അപ്പൊ ഇദ്ദേഹം പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാല്, ഈ ബ്രെയിൻ ആക്ടിവിറ്റി ക്രിയേറ്റ് ചെയ്യുന്നത് ഇലക്ട്രിക്കൽ ഇമ്പൾസസ് ആണ്, അല്ല ഇലക്ട്രിക്കൽ എനർജിയാണ്. ഈ എനർജി എന്ത് ചെയ്യും, ഒരു വൈഫൈ ബ്രോഡ്കാസ്റ്റ് പോലെയൊക്കെ എങ്ങനെ റൗണ്ട് ചെയ്ത് നമ്മൾ അത് ആ രീതി തന്നെ വിഷ്വലൈസ് ചെയ്താൽ മതി. അതിങ്ങനെ റൗണ്ട് നമുക്ക് വൈഫൈന്റെ ഒരു സിമ്പിൾ ഉണ്ടാവുമല്ലോ, ഒരു സ്റ്റേജസ് ഇങ്ങനെ വെച്ച് പോകുന്ന പോലെ. അപ്പൊ ആ വൈഫൈ പോലെ നമുക്ക് എന്ത് ചെയ്യാണ്, ഇത് ഇങ്ങനെ സ്പ്രെഡ് ആവാണ്. അതേപോലെ തന്നെ ഹാർട്ട് അതെന്ത് ചെയ്യും, മാഗ്നറ്റിക് ഫീൽഡ് ആണ്. ഹാർട്ട് ഉണ്ടാക്കുന്നത് ഒരു മാഗ്നറ്റിക്, ഒരു കാന്തിക ശക്തി എടുത്തിട്ട് ഈ ഇമ്പൾസിനെ നമ്മളെ ഹാർട്ടിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്ന വിഷ്വലൈസ് ചെയ്യുന്ന ഒരു സാധനം നമുക്ക് ഇപ്പൊ 5 വർഷം കഴിഞ്ഞിട്ട് എനിക്ക് ഇന്നതാവണം, എനിക്ക് ഒരു എന്താ പറയാ ഒരു MLA ആകണം, അല്ലെങ്കിൽ എനിക്ക് 5 വർഷം കഴിഞ്ഞിട്ട് ഒരു ഡോക്ടർ ആവണം. ഈ ഡോക്ടർ ആയിക്കഴിഞ്ഞാൽ, ഒരു MLA ആയിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു പദവിയിലെത്തണം, അല്ലെങ്കിൽ ഇന്ന പൊസിഷൻ എനിക്ക് എടുക്കണം എന്ന് പറയുന്ന ഒരു എയിമുള്ള ഒരു ഗോൾ സെറ്റ് ചെയ്ത ഒരാൾക്ക് ഇത് വിഷ്വലൈസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലേക്ക് ബ്രെയിൻ ഇമ്പൾസസ്, ഈ പറയുന്ന സൗണ്ട് കേൾക്കുന്നില്ല, ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ഓക്കെ. ഇത് ഈ പറയുന്ന നമ്മളിപ്പോ ഇങ്ങനെ ഇരിക്കുന്ന പൊസിഷനിൽ നമ്മൾ ഈ പറയുന്ന ബ്രെയിൻ ആക്ടിവിറ്റി ഉണ്ടല്ലോ, ഈ ബ്രെയിനിൽ നമ്മൾ ഇതിങ്ങനെ വിഷ്വലൈസ് ചെയ്യാണ്. അപ്പൊ നിങ്ങൾക്കൊക്കെ ആഗ്രഹമുള്ള ഒരു സാധനത്തെ നിങ്ങളൊന്ന് വിഷ്വലൈസ് ചെയ്യാം. നമുക്കൊക്കെ ഉണ്ടല്ലോ, അപ്പൊ പേഴ്സണലി നമ്മൾ പറയുമ്പോഴേക്കും കുറച്ചും കൂടി റിലേറ്റ് ചെയ്യാം. നിങ്ങൾ ഈ ഇരിക്കുന്ന ഇപ്പൊ ഇതിൽ ഏകദേശം ഇപ്പൊ ഒരു 33 പേരുണ്ട്, ഞാനടക്കം. അപ്പൊ ഇത്രയും ആളുകളിൽ നിങ്ങൾ ഓരോ ആളുകളും നിങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു സാധനത്തെ, ഒരു പൊസിഷൻ ആവാം, അല്ലെങ്കിൽ നമ്മൾ വേറെ എന്തെങ്കിലും കാര്യമായിരിക്കും. നമ്മൾ ചിലപ്പോ
എന്തെങ്കിലും വാങ്ങിക്കാനായിരിക്കും നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നുണ്ടാവും നമ്മുടെ എയിം. അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും പൊസിഷനിൽ എത്താനായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം, ഫിനാൻഷ്യൽ അബൻഡൻസ് ആയിരിക്കും നമ്മൾ ആഗ്രഹിക്കുന്നത്. അല്ലെങ്കിൽ ഇതൊന്നും അല്ല, ഞാൻ എന്റെ പർപ്പസ് ഓഫ് ലൈഫ് എന്ന് പറയുന്നത് നല്ല ഹാപ്പിനെസ് ക്രിയേറ്റ് ചെയ്യുക, ഹാപ്പിനെസ് സ്പ്രെഡ് ചെയ്യുക, ഇതായിരിക്കും. അപ്പൊ ഇങ്ങനെ ഏത് പോയിന്റിലാണോ നമ്മൾ എത്താൻ ആഗ്രഹിക്കുന്നത്, ആ ആഗ്രഹിക്കുന്ന ആ ഒരു വിഷയത്തെ നമ്മളൊന്ന് ഇവിടെ ഒന്ന് ലൊക്കേറ്റ് ചെയ്തിട്ട് നമ്മളൊന്ന് വിഷ്വലൈസ് ചെയ്യുക. നമുക്ക് കണ്ണ് തുറന്ന് വിഷ്വലൈസ് ചെയ്യാൻ പറ്റും നമുക്ക്. അങ്ങനെ വിഷ്വലൈസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ബ്രെയിന് പുറപ്പെടുവിപ്പിക്കുന്ന എന്താണെന്നറിയോ? അത് ഇലക്ട്രിക്കൽ എനർജി. ഒരു എനർജി ഇവിടുന്ന് ഇങ്ങനെ പുറപ്പെടുവിപ്പിക്കുന്നുണ്ട്. ഇത് ഇങ്ങനെ സ്പ്രെഡ് ആവുന്നുണ്ട്. ഇവിടെ ഒരു ഇലക്ട്രിക്കൽ സിഗ്നൽ ഇവിടെ ഇങ്ങനെ സ്പ്രെഡ് ആവുന്നുണ്ട്. അപ്പൊ ഞാനിവിടെ ക്ലോസ്ഡ് റൂമിലാണ് നിൽക്കുന്നത്. അപ്പൊ ഈ ഇരിക്കുന്ന സമയത്ത് എന്റെ എനർജി ഇവിടെ ഇങ്ങനെ സ്പ്രെഡ് ആയി തുടങ്ങും. ഈ സ്പ്രെഡ് ആവുന്നത് വിഷ്വലൈസേഷൻ ആട്ടോ. ഇതിനൊരു ഫ്രീക്വൻസി ഉണ്ട്. ഈ ഫ്രീക്വൻസിയിൽ നമുക്ക് കാണാനൊന്നും പറ്റില്ല. ഇവിടെ ഇങ്ങനെ ഉണ്ടാവും. ഈ റൂമിൽ കിടന്ന് ഇങ്ങനെ ഇതിങ്ങനെ വൈഫൈ പോലെ ഇതിങ്ങനെ ഈ സിഗ്നൽ ഇവിടെ കിടന്ന് ഇങ്ങനെ കളിക്കുന്നുണ്ടാവും. പിന്നെ ഞാൻ എന്ത് ചെയ്യാണ്, ഈ ഹാർട്ട് എന്ന് പറയുന്നത് എന്താണ്? ഹാർട്ടിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ മാഗ്നറ്റിക് ഇതിങ്ങനെ വലിച്ച് കെട്ടി ഇവിടെ വെക്കണം. ഇവിടെ നിന്നാണ് പിന്നെ ആ വിഷ്വലൈസേഷൻ പിന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത്. വിഷ്വലൈസ് ചെയ്യാൻ നമുക്ക് ബ്രെയിൻ മതി. ആ സാധനത്തിന് നമുക്ക് ഈ ഒരു രീതിയിലേക്കുള്ള എനർജി, ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ് ആയിട്ട് നമ്മൾ കംപ്ലീറ്റ് ബോഡിനെ ചുറ്റും അതിനെ വെക്കണം എന്നുണ്ടെങ്കിൽ ഹാർട്ട് അതിനെ അക്സെപ്റ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ഈ ബ്രെയിനിൽ ആക്ടിവിറ്റീസ് ഉണ്ടല്ലോ, ഈ വിഷ്വലൈസേഷൻ ഉണ്ടല്ലോ, അതെങ്ങനെയായിരിക്കണം? ഞാൻ ഒരു MLA ആയിട്ടിരിക്കുന്ന സമയത്ത് എനിക്ക് ഫീൽ ചെയ്യുന്ന ഇമോഷൻ ആയിരിക്കണം ഈ വിഷ്വലൈസേഷൻ. അല്ലാതെ ഞാൻ ആകുമെന്ന് വിഷ്വലൈസ്, നമ്മളൊക്കെ എന്താ ചെയ്യുന്നത്? ആകുമെന്ന് വിഷ്വലൈസേഷൻ. ഞാൻ ആകും 5 വർഷം കഴിഞ്ഞിട്ട് ഞാൻ ആകും. എഫോർമേഷൻ ഒക്കെ അതാണ്. ഞാനിങ്ങനെ ചെയ്യുകയാണ്. അപ്പോ ഇവിടെ എനിക്കൊരു 5 വർഷം കഴിഞ്ഞ് ഞാൻ നല്ലൊരു ട്രെയിനർ ആവണം. ഭയങ്കര നമ്മൾ ചില ആളുകളൊക്കെ പറയാറുണ്ട്, PP വിജയൻ സാറെ പോലേക്ക് ഇങ്ങനെ സംസാരിക്കണം, സാറെ പോലേക്ക് ഒരു ബിസിനസ് സ്ട്രാറ്റജിസ്റ്റ് ആവണം. അതുപോലെ തന്നെ ചില ആളുകൾ പറയാറുണ്ട്, എനിക്ക് ഷെഫ് പിള്ള പോലെ ഒരു കുക്ക് ആവണം. ഇന്ന ആളെ പോലെ എന്ന് പറയുന്ന ഒരു വിഷ്വലൈസേഷൻ ഒരിക്കലും കൊടുക്കാൻ പാടില്ല. നമ്മൾ കൊടുക്കേണ്ട, ഞാൻ എവിടെ പോയി, ഞാൻ അത് ആയിക്കഴിഞ്ഞാൽ ആ ഒരു സ്പേസിൽ ഞാൻ എങ്ങനെയായിരിക്കും, ഞാൻ എങ്ങനെയായിരിക്കും അത് ക്രിയേറ്റ് ചെയ്യുന്നത്, ഞാൻ എങ്ങനെയായിരിക്കും ഞാൻ അത് നടക്കുന്നത്, ഞാൻ എങ്ങനെയായിരിക്കും ഇരിക്കുന്നത്, ഞാൻ എങ്ങനെയായിരിക്കും അത് ഫീൽ ചെയ്യുന്നത്. നമ്മളതിലെ ഏറ്റവും ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ സ്വപ്നം കാണുന്ന സമയത്ത് നമുക്ക് ഫീൽ ചെയ്യാറില്ലേ? നമ്മൾ സ്വപ്നം കാണുന്ന സമയത്ത് നമ്മൾ നടക്കാറില്ലേ? നമ്മൾ ഇരിക്കാറില്ലേ? നമ്മൾ ഒരാളെ പിടിച്ചു കൊണ്ടുപോകുന്നതിന് നമുക്കത് ഫീൽ ചെയ്യാറില്ലേ? ഈ ഫീൽ ഓഫ് ഇതൊരു എനർജിയാണ്. ഈ സ്വപ്നത്തിൽ നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു എനർജിയാണ്. ഈ എനർജി എന്ന് പറയുന്നത് നമ്മൾ വിഷ്വലൈസേഷനാ, പക്കാ നമ്മൾ വിഷ്വലൈസേഷനാ. ഈ വിഷ്വലൈസേഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? നമുക്കിതിങ്ങനെ കൃത്യമായിട്ട് ഇതിന്റെ എനർജി ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് ഹാർട്ട് അത് കൃത്യമായിട്ട് എടുക്കുന്ന സമയത്താണ് എന്ത് ചെയ്യുന്നത്? അത് നമുക്ക് കൃത്യമായിട്ട് കുറച്ച് സമയം നമുക്ക് ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ, അതായത് ആ ഒരു മോഡ് നമുക്ക് കുറച്ച് നേരത്തേക്ക്, ഒരു ഹാഫ് ആൻ അവർ, ഒരു 1 hour നമുക്കിത് ഇങ്ങനെ മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ, നമ്മുടെ ചുറ്റും വരുന്ന ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്, നമ്മുടെ ശരീരത്തിന് ചുറ്റും വരുന്ന ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ്. ഇതിനാണ് നമ്മൾ പലപ്പോഴും നമ്മൾ വേറെ അർത്ഥങ്ങളിലൊക്കെ ഔറ എന്നൊക്കെ പറഞ്ഞ രീതിയിൽ നമുക്ക് ഇതിനെ പറയാൻ പറ്റും. നമ്മുടെ പോസിറ്റീവ് എനർജി ആയിട്ട് ഇതിങ്ങനെ നമ്മുടെ ചുറ്റും ഇങ്ങനെ കടന്ന് ഓടിക്കളിക്കുന്നുണ്ടാവും. നമ്മൾക്ക് ആരുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ആ നെഗറ്റീവ് എനർജി ഒന്നും ഇതിലോട്ട് കയറൂല. ഇത് നമ്മുടെ ഫീൽഡ് അത്രയും ഭയങ്കര പവർഫുൾ ആയിരിക്കും. കാരണം നമ്മൾ ഫീൽ ചെയ്തിട്ടുള്ളത്, ഈ ബ്രെയിന് കൊണ്ട് നമ്മൾ ഈ ഇലക്ട്രിക്കൽ ഇമ്പൾസസ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്, വിഷ്വലൈസ് ചെയ്തിട്ടുള്ളത്, നമ്മളത് എന്തായി തീർന്നാൽ നമ്മൾ എങ്ങനെയായിരിക്കും പ്രവർത്തിക്കുന്നത്, ഞാൻ എങ്ങനെയായിരിക്കും. ഒരു BM കാറ് മേടിക്കാനാണോ? ആ കാറ് ഓടിക്കുന്നത് ഫീൽ ചെയ്യണം എന്നുള്ളതാണ്. അങ്ങനെ ഫീൽ ചെയ്ത് എന്റെ കയ്യിൽ കിട്ടി, ഓൾറെഡി എന്റെ കയ്യിൽ കിട്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു എന്നുള്ളതായിരിക്കണം വിഷ്വലൈസേഷൻ. അപ്പൊ അങ്ങനെ നമ്മൾ വിഷ്വലൈസ് ചെയ്യുന്ന അതിനാണ് ശരിക്കും മാനിഫെസ്റ്റ് എന്ന് പറയാം. നമുക്ക് ഒരിക്കലും മാനിഫെസ്റ്റ് എനിക്കത് കിട്ടും, എവറി ടൈം നമ്മളൊരു ആഗ്രഹത്തെയാണ് പറയുന്നത്. അതാണ് മാനിഫെസ്റ്റ് ചെയ്യാന്ന് പറയാം. മാനിഫെസ്റ്റ് എന്ന് പറയുന്ന ആഗ്രഹം ആവാൻ പാടില്ല, ഞാൻ ചെയ്തതിന്റെ ഫീൽ ആവണം. ഞാനത് അക്യൂർഡ് ചെയ്തു, ഞാൻ അച്ചീവ് ചെയ്തു, എനിക്ക് ആ അച്ചീവ് ലിസ്റ്റിൽ എത്തിയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്ന ഭയങ്കരമായ ഹാപ്പിനെസ് ഉണ്ടല്ലോ, അതാണ് വിഷ്വലൈസ് ചെയ്യേണ്ടത്. ആ വിഷ്വലൈസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫീൽ ചെയ്ത് തുടങ്ങും. അപ്പൊ അഫോർമേഷൻ ലിസ്റ്റിലൊക്കെ നമ്മൾ എഴുതി വെക്കേണ്ട അങ്ങനത്തെ കുറെ കാര്യങ്ങളാണ്. അങ്ങനെ ചെയ്യുന്ന സമയത്താണ് ശരിക്കും എന്ത് ചെയ്യുന്നത്, നമ്മുടെ എനർജി പലതരത്തിലുള്ള വൈബ്രേഷൻസ് നമ്മുടെ ബോഡി പ്രൊവൈഡ് ചെയ്യുകയും പുറത്ത് സ്പ്രെഡ് ആവുകയും, ഈ സ്പ്രെഡ് ആവുന്ന എനർജി പല ആളുകളിലേക്ക് എത്തുന്നു, യൂണിവേഴ്സിലേക്ക് എത്തുന്നു. ഇങ്ങനെ ഒരു രീതിയിലേക്കും ഈ യൂണിവേഴ്സ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഇതിനുള്ള സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോ ചിലപ്പോൾ പണ്ടൊക്കെ ഞാൻ ഇങ്ങനെ ഒരു ക്ലാസ് ഒക്കെ നമ്മൾ കേൾക്കുന്ന സമയത്ത്
ഇങ്ങനെ ഒരു എനർജി ഇങ്ങനെ ഉണ്ടല്ലോ. ഇങ്ങനത്തെ ഒരു ക്ലാസ് ഒക്കെ ഞാൻ പണ്ട് കേട്ടിട്ടുണ്ടായിരുന്നു, നമ്മള് ഒരു ഡോക്ടറായിട്ട് ഇരിക്കുന്ന സമയത്തൊക്കെ. അപ്പൊ സ്റ്റാർട്ടിങ് സ്റ്റേജിലൊക്കെ നമുക്ക് ഈ പേഷ്യൻസ് ഒക്കെ വരുന്ന സമയത്ത് നമുക്ക് ഒരുപാട് പേഷ്യൻസ് വന്നിട്ടുണ്ടാവും. ഒരു കുറച്ച് ആളുകളൊക്കെ മോക്കൊക്കെ നമ്മുടെ മൈൻഡിൽ ഉണ്ടാവുമല്ലോ. അപ്പോ ഞാൻ ചെയ്യുന്നൊരു പണിയായിരുന്നു, നമ്മൾ വെറുതെ ക്ലിനിക്കിൽ ഇരിക്കും. കാരണം ചിലപ്പോൾ കുറച്ച് പേഷ്യൻസ് ഒക്കെ ആ ടൈമിൽ വരുള്ളൂ. നമുക്ക് അങ്ങനെ ഭയങ്കര പേരൊന്നും എടുത്തുള്ള സ്റ്റാർട്ട് ചെയ്ത ടൈമാണ്. അപ്പൊ ആ ടൈമിലൊക്കെ ഞാൻ എന്റെ മൈൻഡിൽ ഇങ്ങനെ കാണും നമ്മൾ ഓരോ പേഷ്യൻസ് വരുന്നത്, ഓൾറെഡി വന്ന ആളുകളെ മുഖവും ഇവരെ പേരും കുറച്ച് ആളുകളല്ലേ വരുന്നത്. അപ്പൊ ഇവരുടെ കാര്യങ്ങളൊക്കെ നമുക്ക് കുറച്ചൊക്കെ ധാരണയിലുണ്ടാവും. അപ്പൊ ഇവര് വരുന്നതായിട്ട് നമ്മൾ ഇവിടെ ഇങ്ങനെ വിഷ്വലൈസ് ചെയ്യും. ഈ പേഷ്യന്റ് പുറത്ത് വന്ന് ഇരിക്കുന്നതായിട്ട് വിഷ്വലൈസ് ചെയ്യും. നമ്മളെ കാണാൻ വരുന്നത് പോലെ വിഷ്വലൈസ് ചെയ്യും. ഇത് റിപ്പീറ്റ് ആയിട്ട് നമുക്ക് ഇവിടെ ചിലപ്പോൾ പല ആളുകളെ നമ്മളിങ്ങനെ എന്താണ് മനസ്സിൽ കാണുന്ന ആളുകൾക്കൊക്കെ ഇവർക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടല്ലോ, ഇവർ വരട്ടെ, ഇവർ വരുന്നുണ്ട് എന്ന് പറഞ്ഞൊരു വിഷ്വലൈസേഷൻ ഞാൻ എന്ത് ട്രെയിലർ എററൊക്കെ പോലെ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിലൊക്കെ ഒരു 50 to 60% എനിക്ക് ഭയങ്കരമായ റിസൾട്ട് വന്നിട്ടുണ്ട്. അപ്പൊ അവിടെ നമ്മൾ ചിലപ്പോ നമ്മൾ ആലോചിക്കും കോയിൻസിഡൻസ് ആണ്. നമ്മൾ കോയിൻസിഡൻസിൽ വിശ്വസിക്കുന്ന ആളുകളാണ് നല്ലൊരു ശതമാനം ആളുകൾ. ഇതെന്ത് സംഭവിച്ചാലും അത് കോയിൻസിഡൻസ് ആണെന്ന് പറയും. നമ്മളിപ്പോ ഒരാൾ എന്നെ വിളിക്കുന്ന സമയത്ത് ഞാൻ ഇപ്പൊ നിന്നെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതൊന്നും കോയിൻസിഡൻസ് അല്ല. നമ്മൾ ആലോചിക്കുന്നതും മറ്റൊരാൾ നമ്മളെ ആലോചിക്കുന്നതും നമ്മൾ വേറൊരാൾ ആലോചിക്കുന്നതും ഇതെല്ലാം നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു എനർജിയാ. നമ്മൾ ഇവിടുന്ന് ഒരു ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന ഒരു സാറ്റലൈറ്റ് ഇത് എടുക്കുന്നു, സാറ്റലൈറ്റ് വേറെ രൂപത്തിൽ എനർജി കൺവേർട്ട് ചെയ്ത് നമുക്കിത് കാണിച്ചു തരുന്നു എന്ന് പറയുന്ന പോലെ തന്നെ രണ്ട് സ്ഥലങ്ങളിലുള്ള ആളുകളുടെ മൈൻഡ് ഒരുപോലെ വർക്കൗട്ട് ആവും. അതുകൊണ്ടാണല്ലോ ക്വാണ്ടം ഫിസിക്സ് ഒക്കെ സൈക്കോളജിക്കൽ ഏരിയയിൽ കൊണ്ടുവരികയും അതുപോലെ തന്നെ ക്വാണ്ടം എൻറ്റാങ്കിൾമെന്റ് ഇതൊക്കെ നമുക്ക് ഒരു എനർജിന്റെ ഫോമിൽ നമുക്ക് പറയാൻ പറ്റുന്നതൊക്കെ അതാണ്. ഈ ക്വാണ്ടം എൻറ്റാങ്കിൾമെന്റ് എന്നൊക്കെ പറയുന്ന കേസിൽ നമുക്കിവിടെ ഫിസിക്സിന്റെ കാര്യങ്ങളൊക്കെ ഇതിൽ ചെയ്യേണ്ടി വരും. അപ്പൊ അവിടെ നമുക്ക് ലോ വൈബ്രേഷണൽ ഫ്രീക്വൻസി, ഹൈ വൈബ്രേഷണൽ ഫ്രീക്വൻസി, നമ്മുടെ ഇമോഷൻസിൽ വരുന്ന വൈബ്രേഷൻ എന്തൊക്കെയാണ്, ഓരോ ഇമോഷൻസിലും എന്തൊക്കെ വൈബ്രേഷൻ ഉണ്ട്, ഇതൊക്കെ ശരിക്കും കാൽക്കുലേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ സ്പെയിൻ സ്കെയിൽ എന്നൊരു സാധനമുണ്ട്. അതായത് എന്താണ് സ്കെയിൽ ഓഫ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് എക്സ്പീരിയൻസ്. ഈ ഇങ്ങനെ സ്പെയിൻ SPANE ഇങ്ങനെ പറയുന്ന ഒരു അളവുകോൽ, ഒരു സ്കെയിൽ യൂസ് ചെയ്യാറുണ്ട്. അതില് ഒരുപാട് വെറൈറ്റി ഓഫ് ഇമോഷൻസിന് വെച്ചിട്ട് എനിക്ക് തോന്നുന്നു 25,000 ആളുകളൊക്കെ ഒരു റൂമിൽ വെച്ചിട്ട് ഈ ഇമോഷൻസ് എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യുന്നതെന്ന് വെച്ചിട്ട് ഒരുപാട് സ്റ്റഡീസ് ഒക്കെ നടത്തിയിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് ഹൈ ഫ്രീക്വൻസിയിൽ വരുന്ന ഒരു ഇമോഷൻ എന്ന് പറയുന്നത് ഒതന്റിസിറ്റി ആണ്, സത്യസന്ധത, ട്രൂത്ത്. സത്യം എന്ന് പറയുന്നതിന് ഭയങ്കര ഹൈ ഫ്രീക്വൻസി, ഹൈ വൈബ്രേഷണൽ ഫ്രീക്വൻസി ഉണ്ട് എന്നുള്ളതാണ് കണ്ടെത്തിയിട്ടുള്ളത്. അപ്പൊ നമ്മൾ പറയുന്നത് നമ്മളെ ഒരു വിഷയത്തെ, നമ്മളൊരു കാര്യത്തെ നമ്മൾ മനസ്സിലാക്കുന്നതും നമ്മൾ അച്ചീവ് ചെയ്യുന്നതും നമ്മൾ സ്പ്രെഡ് ചെയ്യുന്നതും എല്ലാം ഒരു എനർജി ഫോമിലാണ്. ഇതൊന്നും ആർക്കും കാണാൻ പറ്റുന്നില്ലല്ലോ. ഇമോഷൻ ആർക്കാ കാണാൻ പറ്റുക? ഞാൻ ചില ആളുകൾ പറയുന്നത്, ഡോക്ടർ എനിക്ക് ദേഷ്യം അടക്കി വെക്കാൻ പറ്റുന്നില്ല, എനിക്ക് ദേഷ്യം എനിക്ക് എന്റെ ദേഷ്യം എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല, എനിക്ക് ആരോടോ എന്തൊക്കെയോ ഭയങ്കരമായ ദേഷ്യം തോന്നുകയാണ്, ചെറിയ ചെറിയ കാര്യത്തിൽ എനിക്ക് ഭയങ്കര വിഷമമാവും, പെട്ടെന്ന് ഞാൻ സങ്കടാകും, ഇങ്ങനെയൊക്കെ പറയുന്ന ചില ആളുകളൊക്കെ ഉണ്ട്. ഭയങ്കരമായിട്ട് സെൻസിറ്റീവ് ആണെന്ന്, ഇമോഷണൽ സെൻസിറ്റീവ് ആണെന്നൊക്കെയാണ് നമ്മൾ പൊതുവെ അതിന് പറയാറുള്ളത്. അത് എന്തുകൊണ്ടാന്ന് ആലോചിച്ചിട്ടുണ്ടോ? ഒരാൾ ഭയങ്കരമായ ഇമോഷണൽ സെൻസിറ്റീവ് ആണ്. ഞാൻ നേരത്തെ നമ്മൾ ഒരു വോയിസിൽ ഞാൻ പറഞ്ഞിരുന്നു, നമ്മൾ ചില ആളുകളൊക്കെ ഒരു പോയിന്റിൽ സ്റ്റെക്കായി കിടക്കുകയാണ്. ഇമോഷണലി ചില പോയിന്റുകൾ ഇവർ സ്റ്റെക്കായി കിടക്കുക. എന്തുകൊണ്ട് ഇവർ സ്റ്റെക്കായി കിടക്കുന്നു? എന്തുകൊണ്ട് ഇവർ ഇമോഷണൽ സെൻസിറ്റീവ് ആവുന്നു? എന്തുകൊണ്ട് ഒരു കോൺവെർസേഷൻ വരുന്ന സമയത്ത് രാവിലെ എണീച്ച് നമ്മൾ ചില ആളുകൾക്ക് പറയും, നിങ്ങൾ പത്രം നോക്കാൻ നിൽക്കരുത്, പത്രം നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളുടെ മൈൻഡിലോട്ട് വരുന്ന ചില നെഗറ്റീവ് തോട്ട്സ് നിങ്ങൾ ആ ദിവസത്തെ ഡ്രൈവ് ചെയ്യും എന്ന് പറയാറുണ്ട്. അതുകൊണ്ട് നിങ്ങൾ രാവിലെ പത്രം വായിക്കരുത് എന്ന് പറയുന്ന പല സൈക്കോളജിസ്റ്റുമാരും പല ക്ലയൻസിനോടും പല പേഷ്യൻസിനോടും അഡ്വൈസ് ചെയ്യുന്ന ഒരു ടോപ്പിക് ആയിട്ട് പറയാറുണ്ട് ചില ആളുകൾ. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ ചെറിയൊരു വിഷയം കേൾക്കുന്ന സമയത്ത്, ഒരു മരണവാർത്ത കേൾക്കുന്ന സമയത്ത് എന്തുകൊണ്ട് എനിക്ക് ഫീൽ ചെയ്യുന്നു, എനിക്ക് നെഗറ്റീവ് ഫീലിംഗ് വരുന്നു? ഇതിനെ കുറിച്ചാണ് നമുക്ക് ഡിസ്കഷൻ ചെയ്യേണ്ടത്. നമ്മൾ എവിടെയാണോ സ്റ്റക്കായി കിടക്കുന്നത് അതൊന്ന് ഓപ്പൺ ചെയ്യണം. നമുക്കതൊന്ന് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ എനർജി വെച്ചിട്ടാണ്. അതായത് ഞാൻ എൻ്റെ ഒരു സുഹൃത്തിന് ഒരു എക്സാമ്പിൾ പറയാം. എനിക്കൊരു നൈബർ ഉണ്ട്, നല്ലൊരു നൈബറാണ്. ഞാൻ നൈബറിനെ ഡെയിലി പോയി കാണുന്നുണ്ട്. ഞാൻ ഡെയിലി പോയി കാണും, സംസാരിക്കും, നമ്മൾ ഒരുപാട് കഥകളൊക്കെ പറയും. അങ്ങനെ ഒരു ദിവസം വേറൊരാൾ നൈബറായിട്ട് വന്നു. ഈ നൈബർ ഒരു ദിവസം എൻ്റെ അടുത്ത് വന്ന് പറയാണ്, നിങ്ങൾ ഈ നൈബർ ശരിയല്ലല്ലോ, എന്താണ് അവർ അങ്ങനെയൊക്കെ ചെയ്യുന്നത്, എൻ്റെ അടുത്ത് ഇങ്ങനെയൊക്കെ ചെയ്തു എന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് കംപ്ലൈന്റ് പറയാണ്. അപ്പൊ ഞാൻ പറയാം, അവരങ്ങനൊന്നുമല്ല, അവരങ്ങനൊന്നും ചെയ്യാറില്ല, ഭയങ്കര കൂളാണ്, ഭയങ്കര അടിപൊളിയാണ്, അവര് ഉഷാറായിട്ട് നിൽക്കുന്ന ഒരാളാണ്
എന്നൊക്കെയാണ് അവർ പറയാനുള്ളത് എന്നൊക്കെ രീതിയിൽ ഞാൻ അവരെ കൺവിൻസ് ചെയ്ത് കൊടുക്കും. അങ്ങനെ വീണ്ടും ഒരു ദിവസം വന്നിട്ട് അവർ വീണ്ടും പറയാണ്, ഇല്ല അവര് നിങ്ങൾ പറഞ്ഞ പോലെ ഒന്നല്ല, അവർ വീണ്ടും എന്നോട് അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്, അങ്ങനെയൊക്കെ എൻ്റെ അടുത്ത് പറയുന്നത്, ഇത്ര ചെറിയ കാര്യത്തിന് വേണ്ടി അങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ? ഇങ്ങനെയുള്ള നെഗറ്റീവ്സ് 1 കഴിഞ്ഞ് 2 കഴിഞ്ഞ് 3 കഴിഞ്ഞ് 10 ദിവസം കഴിഞ്ഞ് 20 ദിവസമൊക്കെ കഴിയുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നമ്മുടെ ഇമോഷൻസിൽ എന്ത് ചെയ്തിട്ടുണ്ടാവും? ഈ എനർജി കയറിയിട്ടുണ്ട്. നമ്മളൊന്നും അറിയുന്നില്ല. നമ്മളിതിനെ വിഷ്വലൈസ് ചെയ്യേ, നമ്മളിതിനെ എക്സ്പീരിയൻസ് ചെയ്യേ ഒന്നും ചെയ്യുന്നില്ല. ഇവര് പറയുന്ന എനർജി, സൗണ്ട് എനർജി ആയിക്കോട്ടെ, ഈ പറയുന്ന കാര്യം നമ്മുടെ ഉള്ളിലേക്ക് വരുന്ന ഒരു ഫ്രീക്വൻസി, ഒരു വൈബ്രേഷൻ, ഏത് മോഡലാണെങ്കിലും നെഗറ്റീവ് ഇമ്പൾസ് ആണ് നമ്മളിൽ ക്രിയേറ്റ് ചെയ്യുന്നത്. നമ്മൾ പോലും അറിയാതെ അവരുടെ അടുത്ത് ചിലപ്പോൾ നമ്മൾ ചിരിക്കാൻ മടിച്ചു തുടങ്ങും. നമ്മുടെ ഇമോഷൻസ് അവരുടെ അടുത്ത് കാണിച്ചു തുടങ്ങും. നമ്മൾ അവിടെ എവിടേക്കോ നമ്മൾ മറന്നു വെച്ച, നമ്മൾ എവിടേക്കോ അവരുടെ അടുത്ത് ഉണ്ടായിരുന്ന പല നല്ല നിമിഷങ്ങളും നമ്മൾ തന്നെ അതിനെ നെഗറ്റീവായിട്ട് കാണിച്ചു തുടങ്ങും. ചിലപ്പോൾ ഇതുകൊണ്ടായിരിക്കും അവർ എൻ്റെ അടുത്ത് അങ്ങനെ പെരുമാറിയത്, എന്റെ എന്തെങ്കിലും ആവശ്യം കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും അവർ എൻ്റെ അടുത്ത് പെരുമാറിയത്. നമ്മൾ അതിനെ ജസ്റ്റിഫൈ ചെയ്ത് തുടങ്ങും. കാരണം ഈ നെഗറ്റീവ്സ് ഒക്കെ പറഞ്ഞ് കേട്ട് ഇവരെന്തോ ഒരു കാര്യം ചെയ്തപ്പോ എന്റെ മൈൻഡ് അങ്ങനെയുള്ള, എന്റെ എനർജി ലെവൽ അങ്ങനെ കിടക്കുന്നത്. എനിക്കത് കണ്ടപ്പോ അത് അതായിട്ട് ഫീൽ ചെയ്ത് തുടങ്ങി. അവര് നെഗറ്റീവാണ്, ആ പറഞ്ഞ ആൾ ശരിയാണ് എന്നുള്ള ഒരു കൺക്ലൂഷനിലേക്ക് ഞാൻ എത്തുകയും മെല്ലെ മെല്ലെ ഇവരായിട്ടുള്ള റിലേഷനിൽ ഞാൻ ഭയങ്കരമായിട്ട് ഒന്ന് ബാക്കിലോട്ട് വരികയൊക്കെ ചെയ്യും. അപ്പൊ ഇങ്ങനെ ഒരുപാട് കഥകൾ നമ്മുടെ ലൈഫിൽ നമുക്ക് ഉണ്ടായിട്ടുണ്ടാവാം. നമ്മൾ ഒരുപാട് ആളുകൾ, നമ്മൾ ഒരുപാട് പേഷ്യൻസ് അല്ലെങ്കിൽ ക്ലയന്റുകൾ പറയുന്ന സമയത്തൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും. ഇവിടൊക്കെ അത് വർക്കൗട്ട് ആവുന്നത് ഈ എനർജിയാണ്. നമ്മൾ പോലും അറിയാതെ നമ്മളിലേക്ക് വരുന്ന എനർജി. ഇങ്ങനെ നമ്മുടെ ലൈഫ് മൊത്തം ഒന്ന് എടുത്തു നോക്ക്, എന്തൊക്കെ തരത്തിലുള്ള നെഗറ്റീവ് എനർജീസ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവും. അപ്പൊ നമ്മൾ പറയാറുണ്ട് ഇത് സബ് കോൺഷ്യസ് മൈൻഡിൽ ഉണ്ടാക്കിയെടുത്ത പ്രോഗ്രാം ആണ്. സബ് കോൺഷ്യസ് മൈൻഡിൽ എടുത്ത പ്രോഗ്രാം ആണെങ്കിലും ഈ പ്രോഗ്രാമിന് എനർജി എന്ന് പറയുന്നതായിട്ട് എന്ത് കണക്ഷൻ ആണുള്ളത്? കാരണം ആ കണക്ഷൻ അറിയുമ്പോഴാണ് ഈ പ്രോഗ്രാമിനെ നമുക്ക് റീവയർ ചെയ്യാൻ പറ്റും, റീഫോം ചെയ്യാൻ പറ്റുള്ളൂ. കാരണം നമ്മുടെ ഉള്ളിലൊരു പ്രോഗ്രാം ഉണ്ടല്ലോ, ഞാൻ ഭയങ്കര നെഗറ്റീവ് ആണല്ലേ, ഞാൻ എന്താ ചെയ്യാൻ പറ്റുക, എനിക്ക് എന്ത് ചെയ്താലും പരാതികളാണ്. ഇത് ആക്സെപ്റ്റ് ചെയ്ത ഒരാള് ഇത് ആക്സെപ്റ്റ് ചെയ്താൽ പോലും ഈ എനർജീന്റെ ഫീൽ അയാൾക്ക് മനസ്സിലാകുമ്പോഴാണ് ശരിക്കും എന്ത് സംഭവിക്കുന്നത്, അയാൾക്ക് അത് റീഫോം ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ റീവയർ ചെയ്യാൻ പറ്റുന്നത്. എവിടെയാണ് മാനിഫെസ്റ്റ് ചെയ്യേണ്ടത്, എങ്ങനെ ഞാൻ അതിനെ മാനിഫെസ്റ്റ് ചെയ്യേണ്ടത്, എന്ത് ടൈപ്പ് ഓഫ് അഫർമേഷൻസ് ആണ് ഞാൻ കൊടുക്കേണ്ടത്, എന്ത് ടൈപ്പ് ഓഫ് മെഡിറ്റേഷൻ ആണ് ഞാൻ യൂസ് ചെയ്യേണ്ടത്, മെഡിറ്റേറ്റ് ചെയ്യുന്ന സമയത്ത് എൻ്റെ ഉള്ളിലുള്ള എനർജീസിനെ ഞാൻ എങ്ങനെയാണ് പുറത്ത് കളയുന്നത്, ഇങ്ങനെ പറയുന്ന ഓരോന്നിനും ഞാൻ മനസ്സിലാക്കുന്നത് എവിടുന്നാണ്? എൻ്റെ ഉള്ളിലെ എനർജി ഞാൻ ഡിസ്കവർ ചെയ്യുമ്പോഴാണ്. അപ്പൊ അവിടെ ആ എനർജീന്റെ ഇമ്പോർട്ടൻസ്, ഡിസ്കവറി ഓഫ് എനർജി എന്ന് പറയുന്നതിന് ഇമ്പോർട്ടൻസ് അത്രയുമാണ്. കാരണം നമ്മളൊരു പ്രോബ്ലത്തെ ഡയഗ്നോസ് ചെയ്യപ്പെട്ടിട്ട് മാത്രം കാര്യമില്ല. ആ ഡയഗ്നോസ് ചെയ്ത പ്രോബ്ലം നമ്മൾ മെല്ലെ 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 റീവയർ ചെയ്ത് അതിനെ കണക്ട് ചെയ്ത് ക്ലാരിറ്റി വരുത്തി പുറത്തോട്ട് കൊണ്ടുവരുമ്പോഴാണ് ശരിക്കും യഥാർത്ഥത്തിൽ അയാളുടെ ആ ഒരു ഇമോഷണൽ പ്രോബ്ലംസ് കംപ്ലീറ്റ് നമുക്ക് ക്യൂർ ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ ഇവിടെ ഏറ്റവും കൂടുതൽ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് നമുക്ക് ഹെർമെറ്റിക് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞ സാധനം. ഹെർമെറ്റിക് പ്രിൻസിപ്പിൾ ഒക്കെ നമുക്ക് അറിയാവുന്നതാണ്. ഹെർമെറ്റിക് പ്രിൻസിപ്പിൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് യൂണിവേഴ്സ് ഈസ് മെന്റൽ എന്ന് പറയുന്ന ഒരു ടോപ്പിക്. അപ്പോ യൂണിവേഴ്സ് ഈസ് മെന്റൽ എന്ന് പറയുന്നത് കംപ്ലീറ്റ് യൂണിവേഴ്സ് എന്താണ്? മൈൻഡാണ്. മൈൻഡിലാണ് കിടക്കുന്നത്. കാരണം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ, പ്രീമാരിറ്റൽ ക്ലാസ്സുകളിൽ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. ഒരു ബ്രൂസ് എച്ച് ലിപ്റ്റൺ എന്ന് പറയുന്ന ഒരു ബയോളജിസ്റ്റ് അല്ലെങ്കിൽ ഒരു സെല്ലുലാർ ബയോളജിസ്റ്റ് ആണ് അദ്ദേഹം ഒരു 18 വർഷത്തോളായിട്ട് പല റിസർച്ചുകൾ ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ അദ്ദേഹം ഒരു ലാസ്റ്റ് അയാളുടെ കുറച്ച് കാലങ്ങളായിട്ട് ഒരുപാട് റിസർച്ചസിൽ സ്പിരിച്വാലിറ്റി കൂടി മിക്സ് ചെയ്തിട്ട് ആൾ പറയുന്നത്. അപ്പൊ അതിനൊരു റീസൺ ആൾ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാല്, ശരീരത്തിൽ പല സെല്ലുലാർ കമ്പോണൻസ് ഉണ്ട്, ജീൻസ് ഉണ്ട്, ജനറ്റിക്കൽ ഒക്കെ. ഈ പല ജീനുകളും നമ്മളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. നമ്മളെ ഒരുപാട് ഇമോഷൻസും നമ്മളെ ഒരുപാട് ഓർമ്മകളൊക്കെ ഇങ്ങനെ കൊണ്ട് നടക്കുന്ന ഒരു മെമ്മറി പാക്കേജ് ആണ് നമ്മൾ ജീൻ എന്നുള്ള രീതിയിലൊക്കെ പറയാറുണ്ടെങ്കിലും ഇദ്ദേഹം പറയുന്നത് ജീൻ എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് ബോഡി. നമ്മുടെ ശരീരം ബിൽഡ് ചെയ്യുന്ന ഓരോ ബ്ലോക്കുകളാണ് ജീൻ എന്ന് പറയുന്നത്. അല്ലാതെ നമ്മുടെ ലൈഫിൽ ഒരു ആക്ടിവിറ്റീസിനെയും കൺട്രോൾ ചെയ്യാൻ ജീനിന് കഴിയില്ല എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ ബിലീവ്സിന് പറ്റും എന്നുള്ളതാണ്. അതായത് നമ്മുടെ ഓരോ ഇമോഷൻസും നമ്മുടെ ഓരോ ബിലീവ്സും നമ്മുടെ ലൈഫ് ആക്ടിവിറ്റിനെ അത് ബാധിക്കും. അല്ലാതെ നമ്മുടെ എല്ലാം നമ്മൾ എന്താ പറയാ, എനിക്ക് ഹെറിഡിറ്ററി ആയി കിട്ടിയതാണ്, എന്റെ ഈ സ്വഭാവം എനിക്ക് ഹെറിഡിറ്ററി ആയി കിട്ടിയതാണ്,
എന്റെ ഈ ഒരു എന്താണ്, എനിക്ക് ജനറ്റിക്കലി ഞാൻ ഇങ്ങനെ OCD ഉള്ള ഒരാളാണ്, ഞാൻ ജനറ്റിക്കലി ഇങ്ങനെ ഇതുള്ള ആളാണ്. ഇതൊക്കെ നമ്മളും കൂടെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളും കൂടെ ആ എനർജി കൺസ്യൂം ചെയ്യാൻ റെഡി ആയിട്ടിരിക്കുന്നതുകൊണ്ടാണ് നമ്മുടെ ലൈഫിൽ ഇതൊക്കെ എന്ത് ചെയ്യുന്നത്, റിഫ്ലക്റ്റ് ആയി വന്നത്. അല്ലാതെ എല്ലാം ജനറ്റിക്കലി ആണ്, എല്ലാം ഹെറിഡിറ്ററി ആണ്, എല്ലാം അതിലെല്ലാം നമുക്കുണ്ട്. ഇപ്പൊ ചില ആളുകൾ പറയും ഷുഗർ ഉണ്ട് അല്ലേ, ഓക്കെ ഷുഗർ ഉണ്ട്. ഷുഗർ ഉള്ളത് കൊണ്ട് നമുക്കിപ്പോ പേരൻസിൽ ഫാദറിന് ആരെങ്കിലും ഫാമിലിയിൽ ആരെങ്കിലും ഷുഗർ ഉണ്ടോ? ഇല്ല, ആർക്കും ഷുഗർ ഇല്ല. ഫാമിലി ആർക്കും ഷുഗർ ഇല്ലേ? ആർക്കും ഷുഗർ ഇല്ല. അപ്പൊ പുള്ളിക്ക് എങ്ങനെ ഷുഗർ വന്നത്? ഇതുപോലെ തന്നെയാണ് എല്ലാവർക്കും ഷുഗർ വരുന്നത്. അപ്പൊ ഹെറിഡിറ്ററിന് ബന്ധമുണ്ടോ? ഹെറിഡിറ്ററി എന്ന് പറയുന്നതിൽ നമ്മുടെ ശരീരത്തിന് ഒരു നല്ലൊരു ശതമാനം ബന്ധമുണ്ട്. പക്ഷെ അവിടെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ബന്ധമേ അതിനുള്ളൂ. അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ബന്ധമേ അതിനുള്ളൂ. അപ്പൊ ഡയബറ്റിക്, എന്റെ ഫാദറിന് ഡയബറ്റിക് ആണ്, എനിക്ക് ഡയബറ്റിക് വരാൻ സാധ്യത ഉണ്ടെങ്കിൽ ഞാൻ അതിന് കൺട്രോൾ ചെയ്ത് എനിക്ക് ഡയബറ്റീസ് വരില്ല. അതുപോലെയാണ് ഹെറിഡിറ്ററി, ജനറ്റിക്കലി ഉള്ളതെല്ലാം നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന കാര്യമുള്ളൂ. പക്ഷെ ഈ എനർജി ലെവലിലോട്ട് ഇത് പോകുന്ന സമയത്ത് നമ്മൾ പോലും ഇത് അറിയുന്നില്ല എന്നുള്ളതാണ് ഇതിന് ശരി. അപ്പൊ ഈ ഒരു എനർജി നമ്മളിലോട്ട് വരുന്ന സമയം, ഒരു നെഗറ്റീവ് എനർജി നമ്മളിങ്ങനെ ഈ പറയുന്ന ഹെറിഡിറ്ററി ആയിട്ട് നമുക്ക് ഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ, ഈ നെഗറ്റീവ് എനർജിനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഇതിങ്ങനെ ഡെവലപ്പ് ചെയ്തിട്ട് ഇതിനെ നമുക്ക് വേറൊരാൾക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്, വേറൊരാൾ നമുക്കിത് നമ്മളിൽ നിന്ന് എടുക്കുന്നുണ്ട്, നമ്മളെ എനർജി നമ്മൾ ലൂസ് ചെയ്യുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് അവിടെ ഈ ഒരു എനർജി ലെവലിൽ നമുക്ക് ഫീൽ ചെയ്യുന്ന കാര്യങ്ങൾ. അപ്പൊ അവിടെ ഞാന് ഇതൊരു ഇൻട്രൊഡക്ഷൻ ആട്ടോ, ഇതൊരു വലിയ ടോപ്പിക്കിൽ പല ചെറിയ ചെറിയ കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് ഞാനിവിടെ മനസ്സിലാക്കി തരുന്നത്. ഇത് ഞാൻ ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് പെട്ടെന്ന് ഷിഫ്റ്റ് ചെയ്യാണ്, നമ്മളെ ഇമോഷനിലേക്ക് ഞാൻ പെട്ടെന്ന് കയറുകയാണ്. കാരണം എന്താ വെച്ചാൽ ഈ ടോപ്പിക്ക് നമ്മളിങ്ങനെ എന്താ പറയാ, കുറച്ച് ഡീറ്റെയിൽ ചെയ്തിട്ട് ഓരോ വിഷയം, ഫ്രീക്വൻസി, വൈബ്രേഷൻ എന്നൊക്കെ പറഞ്ഞ് ഓരോ ഫ്രീക്വൻസി, ഓരോ വൈബ്രേഷനും പറഞ്ഞു തുടങ്ങുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ഭയങ്കര ഒരു മൂഡിൽ വരും. നമുക്ക് ഒരു കാരണം ഇതൊന്നും നമ്മൾ കാണുന്നില്ലല്ലോ. ഇത് കുറച്ചൊക്കെ സ്ലൈഡ് വെച്ചിട്ടും കുറച്ചൊക്കെ മോഷൻ കാര്യങ്ങളൊക്കെ വെച്ചിട്ടും പിക്ചേഴ്സ് ഒക്കെ വെച്ചിട്ടൊക്കെ കറക്റ്റ് ഡിഫൈൻ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ ഒരു ലിമിറ്റ് വരെ നമുക്കത് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഞാൻ ഈ പറഞ്ഞ ഇതുവരെ നമ്മൾ എനർജിനായിട്ട് കണക്ട് ചെയ്ത പോയിന്റുകൾ വെച്ചിട്ട് നമ്മൾ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങൾ, അതാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. അതാണ് നമ്മൾ കൂടുതലായിട്ട് നമുക്ക് പറയേണ്ടത്. അപ്പൊ അവിടെ ഏറ്റവും നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാല്, ഇത് നമ്മൾ ഞാനൊരു ഓഡിയോയിൽ പറഞ്ഞിരുന്നല്ലോ, നമ്മൾ ഏറ്റവും കൂടുതൽ പ്രോബ്ലം ക്രിയേറ്റ് ചെയ്യുന്നത്, ഇപ്പൊ ഒരു എക്സാമ്പിൾ, ഞാനൊരു കോൺവെർസേഷനിലാണ്, ഞാൻ ഒരാളുമായിട്ട് കോൺവെർസേഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്, ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്റെ പോസിറ്റീവ് എനർജി ഞാൻ സ്പ്രെഡ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ആളുകൾ എന്നെ ഓപ്പോസിറ്റ് നിൽക്കുന്ന എന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് എനിക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അപ്പൊ ആസ് എ ഡോക്ടർ ഞാനിവിടെ ഇന്ന് എൻ്റെ അടുത്ത് രോഗി വരികയാണ്. രോഗി വരുന്ന സമയത്ത് ആൾ എൻ്റെ അടുത്ത് ഒരുപാട് കാര്യങ്ങളൊക്കെ പറയുന്നു, രോഗത്തെ കുറിച്ച് സംസാരിക്കുന്നു, ആ രോഗ കാരണങ്ങളെ കുറിച്ച് സംസാരിക്കുന്നു. അപ്പൊ ഞാൻ പറയാണ്, സാരല്ല, ഇത് കുഴപ്പമില്ല, ഇത് ഇങ്ങനെയുള്ള ഒരു രോഗമാണ്, ഇത് നമുക്ക് പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാൻ പറ്റും എന്ന് പറയുന്ന ഒരു എനർജി, അതിലൊരു പോസിറ്റീവ് എനർജി ഉണ്ട്. ഈ പോസിറ്റീവ് എനർജിയിൽ ഈ പറയപ്പെടുന്ന ആള് ഇത് ആക്സെപ്റ്റ് ചെയ്യുന്നത് മുതലാണ് ഞാൻ പറയുന്ന രീതിയിലുള്ള ചേഞ്ചസ് ആൾക്ക് എന്ന് പറയുന്നത്. സോ ഞാനും അദ്ദേഹവും തമ്മിൽ കണക്റ്റഡ് ആയി. അതായത് നിങ്ങളൊരു ക്ലയന്റ് ആണ്, അല്ലെങ്കിൽ നിങ്ങളൊരു ബെസ്റ്റ് ഫ്രണ്ട് ആണ്. നിങ്ങൾ ഈ ഫ്രണ്ടിലേക്ക് നിങ്ങൾ പറയുന്ന ഓരോ കാര്യങ്ങളും കണക്റ്റഡ് ആയിരിക്കും. അപ്പൊ അറ്റാച്ച്മെന്റ് എന്ന കണക്ഷനിലൊക്കെ നമ്മൾ ഒരു ടോപ്പിക്കിൽ സംസാരിച്ചിരുന്നു, കോൺഷ്യസ്നെസ് നമ്മൾ സംസാരിച്ചിരുന്നു. അപ്പൊ കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത് എനർജിയാണ്. ഈ കോൺഷ്യസ്നെസ്സിലൂടെ നമ്മളിപ്പോ ഒരാളടുത്ത് സംസാരിക്കുന്ന സമയത്ത് നമ്മുടെ എനർജി എങ്ങനെയാണ്, ഇതിപ്പോ നമുക്കൊരു ടോപ്പിക്കിന് നമുക്കിപ്പോ നമ്മുടെ ടോപ്പിക് ആയിരിക്കാം, നമ്മൾ ഇഷ്ടപ്പെട്ട ടോപ്പിക് ആവാം, ഇഷ്ടമില്ലാത്ത ടോപ്പിക് ആവാം. അവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന പോസിറ്റീവ് എനർജി ആണെങ്കിൽ ഈ പോസിറ്റീവ് എനർജി എൻ്റെ ഉള്ളിലുള്ള പോസിറ്റീവ് എനർജി ഞാൻ സ്പ്രെഡ് ചെയ്യാണ്. നേരെ മറിച്ച് ഞാൻ കേൾക്കാൻ ആഗ്രഹമില്ലാത്തൊരു ടോപ്പിക്കിനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നതെങ്കിൽ ആ എൻ്റെ ഉള്ളിലുള്ള നെഗറ്റീവ് എനർജി, വേറൊരാളുടെ നെഗറ്റീവ് എനർജി എൻ്റെ ഉള്ളിലേക്ക് കയറാം, അല്ലെങ്കിൽ എൻ്റെ പോസിറ്റീവ് എനർജി ഡ്രെയിൻ ആവാം. ഓക്കെ, അപ്പൊ അവിടെ വരുന്ന എങ്ങനെയാ വെച്ചാൽ, ചെറിയൊരു കാര്യം നമുക്ക് പറയാം. ഞാൻ ഒരാളോട് ദേഷ്യം പ്രകടിപ്പിച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ ഞാൻ ഒരാളോട് ഭയങ്കരമായ ഒരു വെറുപ്പ് പ്രകടിപ്പിച്ചിരിക്കുകയാണ്. അപ്പൊ ഞാൻ സ്വാഭാവികമായിട്ടും അയാളുടെ പ്രസൻസ് എനിക്ക് ഭയങ്കര ദേഷ്യം ഉണ്ടാകും അല്ലെ. എനിക്ക് ഭയങ്കര ദേഷ്യം വരിക എന്ന് പറയുന്ന സംഭവം, അത് ഒരു പക്ഷേ ഞാൻ അയാളെ പറ്റി കൂടുതലായിട്ട് ആലോചിച്ചതിന് ശേഷം ഞാൻ ആ ആളുമായിട്ട് കണക്ട് ചെയ്തു. നമുക്ക് ദേഷ്യമുള്ള ആളാണ്, നമുക്ക് വെറുപ്പുള്ള ആളാണ്, ഒക്കെ ശരിയായിരിക്കും. പക്ഷെ ഞാൻ ആ ആളെ പറ്റിയിട്ടാണ് കൂടുതലായിട്ട് ചിന്തിക്കുന്നതെങ്കിൽ എൻ്റെ ഈ ബ്രെയിനിന്റെ ഒരുപാട് ഇലക്ട്രിക്കൽ ഇമ്പൾസസ് ഈ പറയുന്ന നേരത്തെ നമ്മൾ അഫർമേഷൻ ചെയ്തിരുന്നല്ലോ, നമ്മൾ നേരത്തെ പറഞ്ഞ വിഷ്വലൈസേഷൻ ചെയ്തില്ലേ, അതുപോലെ എനർജി ഇവിടുന്ന് ഇങ്ങനെ എന്ത് ചെയ്യും, സ്പ്രെഡ് ആവും.
ആ സ്പ്രെഡ് ആവുന്ന എനർജി ഇയാളുമായിട്ട് കണക്ട് ആവും. ഇയാളുമായിട്ട് കണക്ട് ആയി കഴിഞ്ഞാൽ ഇയാളുടെ ലൈഫ് എക്സ്പീരിയൻസിലെ ഒരു 20-30% ഒക്കെ എന്റെ ലൈഫിലും എക്സ്പീരിയൻസ് ആയി തുടങ്ങും. ഇങ്ങനെയാണ് ഇതിന്റെ കൺസെപ്റ്റ് വരുന്നത്. അതായത് എനർജി കണക്ട് ചെയ്യുന്നതിലൂടെ ഞാൻ വേറൊരാളെ കുറിച്ച് കൂടുതൽ അറ്റാച്ച്ഡ് ആണ്. ചിലപ്പോൾ അത് നല്ല രീതിയിലാവാം, നല്ല സ്നേഹം കൊണ്ട് അറ്റാച്ച്ഡ് ആവുന്നതാവാം. അപ്പൊ ഞാൻ ഭയങ്കരമായ അറ്റാച്ച്ഡ് ആണ്. വൈഫ് ഭാര്യ, ഹസ്ബൻഡ് വൈഫ്, വൈഫ് ഹസ്ബൻഡില് ഭയങ്കരമായി കണക്റ്റഡ് ആണ്, ഭയങ്കരമായി അറ്റാച്ച്ഡ് ആണ്. അങ്ങനെ അറ്റാച്ച്മെന്റ് വരുന്ന സമയത്ത് എപ്പോഴും ഈ ഹസ്ബൻഡിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. ഹസ്ബൻഡ് എന്താ വരാത്തത്, ഇയാൾ എന്താ ചെയ്യാത്തത്, എന്താ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തത്, ഭയങ്കരമായി വിളിക്കാതിരിക്കാൻ പറ്റുന്നില്ല, കാണാതിരിക്കാൻ പറ്റുന്നില്ല, ഭക്ഷണം കഴിച്ചോ, ഭയങ്കര അറ്റാച്ച്ഡ് ആണ്. ഈ അറ്റാച്ച്മെന്റ് എന്ന് പറയുന്നത് റിക്കറന്റ് ആയിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ഇമോഷണൽ വേവ് ഉണ്ട്, ഒരു ഫ്രീക്വൻസി ഉണ്ട്. ഈ സാധനം ഇദ്ദേഹവുമായി കണക്ട് ആയി കഴിഞ്ഞാൽ ഈ പറയുന്ന ഹസ്ബൻഡിന്റെ ലൈഫ് ഈവൻസിൽ നടക്കുന്ന നെഗറ്റീവ്സും പോസിറ്റീവ്സും ഒരുപോലെ തന്നെ ഇയാളുടെ ലൈഫിലും അത് നടന്നുകൊണ്ടിരിക്കും. അത് ഇവർ ഒരുമിച്ചാണെങ്കിലും ഇവര് രണ്ട് പോൾസിലാണെങ്കിലും. അതാണ് ശരിക്കും എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഈ ക്വാണ്ടം ഫിസിക്സിലൊക്കെ പറയുന്ന ഒരു ഫിസിക്സിന്റെ ഭാഗത്ത് പറയുന്ന ഒരു കൺസെപ്റ്റ് ആണത്. അപ്പൊ അതിന്റെ ഒരു സൈക്കോളജിക്കൽ പാർട്ടായിട്ട് ഈ രണ്ട് രീതിയിൽ പറയാറുണ്ട്. രണ്ട് പാർട്ടിക്കിൾസ് രണ്ട് പോൾസിലാണെങ്കിൽ പോലും ഇവർ തമ്മിൽ ഒരു ഇന്റർ കണക്ഷൻ വിത്തൗട്ട് ഒരു ഫിസിക്കൽ കോണ്ടാക്ട് അല്ലാത്ത രീതിയിൽ ഇവർ കണക്ഷൻ വരുന്നതിനാണ് നമ്മൾ പൊതുവെ എന്ത് ചെയ്യുന്നത്, ക്വാണ്ടം എൻറ്റാങ്കിൾമെന്റ് എന്ന് പറയുന്നത്. ഇതേ കൺസെപ്റ്റ്, ഇതേ ഒരു എനർജി ഫോർമേഷൻ, ഇതേപോലെ ഒരു എനർജി ട്രാൻസ്ഫറിങ് നമ്മൾ മനുഷ്യന്മാരുടെ ഇടയിൽ നടക്കുന്നുണ്ട്, ഇമോഷൻ തമ്മിൽ നടക്കുന്നുണ്ട്. ഈ ഇമോഷൻസ് ഇതേപോലെ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, ഇവരിൽ ഒരാളിൽ നടക്കുന്ന അതേ എഫക്റ്റ് മറ്റൊരാളിൽ നടക്കും. അപ്പൊ ഞാൻ ഒരുപാട് ദേഷ്യം പിടിക്കുന്ന ഒരാളാണ്, ചിലപ്പോ ഈ പറയുന്ന ആളിന്ന് കിട്ടിയതായിരിക്കും. എ എന്നുള്ളത് എക്ക് ഭയങ്കര ദേഷ്യം എന്ന് പറയുന്നത് ബി എന്ന് പറയുന്ന ആളിന്ന് കിട്ടിയതായിരിക്കും. കാരണം ആ ആളെ പറ്റിയിട്ടായിരിക്കും ആലോചിക്കുന്നത്. ആ ഒരു ട്രാപ്പാണത്. നമ്മളിപ്പോ അത് ഏത് ലെവലിൽ നടക്കുക, നമ്മളിപ്പോ ഒരാൾ നല്ല റോൾ മോഡലായിട്ട് നടക്കുകയാണ്, ഇയാൾ എന്റെ ഭയങ്കര റോൾ മോഡലാണ് എന്ന് പറഞ്ഞ് ഭയങ്കര ഫോളോയിങ്ങും ഭയങ്കര രീതിയിൽ ഇവരായിട്ട് അറ്റാച്ച്ഡ് ആയി നിൽക്കുന്ന ആളുകളൊക്കെ ഉണ്ടല്ലേ, ഭയങ്കര ആരാധന മൂത്ത് ആരാധിക്കുന്ന ഒരുപാട് ആളുകളൊക്കെ ഉണ്ടാവും. ഈ പറയപ്പെടുന്ന എല്ലാ ആളുകളിലും ലൈഫ് ഇവന്റ്സിൽ നെഗറ്റീവ്സ് ഉണ്ടാവും, പോസിറ്റീവ്സ് ഉണ്ടാവും. അപ്പൊ ഈ പോസിറ്റീവ് മാത്രം കണ്ടിട്ടായിരിക്കും നമ്മൾ ഇവരായിട്ട് അറ്റാച്ച്ഡ് ആവുന്നത്. ഇങ്ങനെ അറ്റാച്ച്ഡ് ആവുന്ന സമയത്ത് ഇവർ തമ്മിലുള്ള കണക്ഷനിലൂടെ ഇവരെ ലൈഫ് ഇവന്റ്സിൽ ഉണ്ടാവുന്ന ഒരു അപ് ടു 20% എന്ന് ഏകദേശം പറയുന്നത് 20%-നുള്ള ഈവന്റ്സ് വരെ ഇയാളുടെ ജീവിതത്തിൽ നടക്കുന്നുള്ളതാണ്. ശരിക്കും ഒരു ട്രാപ്പാണ്. അങ്ങനെ ട്രാപ്പിൽ വന്ന് പെടുന്ന സമയത്ത് നമ്മൾ പോലും അറിയാതെ ഇയാളുടെ നെഗറ്റീവ് സ്വഭാവങ്ങൾ നമ്മളിലേക്ക് വരും. നമ്മൾ പോലും അറിയാതെ നമ്മളൊരു നാഗവല്ലിയായി മാറുന്ന സിറ്റുവേഷൻ വരാം. നമ്മൾ പോലും അറിയാതെ നമ്മളൊരു ഗംഗ ഡെവലപ്പ് ചെയ്യുന്ന സിറ്റുവേഷൻ വരാം. നമ്മൾ പോലും അറിയാതെ നമ്മൾ ദേഷ്യപ്പെടുന്നു. നമ്മൾ പോലും അറിയാതെ നമ്മുടെ സ്വഭാവങ്ങൾ മാറുന്നു. ഞാൻ ചില ആളുകൾക്ക് മുൻകൂറായിട്ട് പറയാറുണ്ടല്ലോ, എനിക്ക് മര്യാദക്ക് നിന്നോട്ടോ, എനിക്ക് ദേഷ്യം വരും, എനിക്ക് എന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, എനിക്ക് എന്നെ ഇഷ്ടപ്പെടാത്ത ആരോ എന്റെ ഉള്ളിലുള്ള രീതിയിൽ സംസാരങ്ങൾ നമ്മൾ സംസാരിച്ചു തുടങ്ങും. അപ്പൊ ഇതൊക്കെ ഈ പറയുന്ന ഒരുപാട് നമ്മുടെ ലൈഫ് ഹിസ്റ്ററിയിൽ നമ്മൾ ഫോളോ ചെയ്ത, നമ്മൾ തോട്ട് പ്രോസസ്സിലൂടെ നമ്മൾ ഉണ്ടാക്കിയെടുത്ത ആളുകൾ, ഇവരുടെയൊക്കെ എനർജി നമ്മളിലേക്ക് വന്നിട്ടുണ്ട് എന്നുള്ളതിന് തെളിവാണത്. അപ്പോൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന എനർജി, നമ്മൾ സ്പ്രെഡ് ചെയ്യുന്ന എനർജി എന്ന് പറയുന്നത് എപ്പോഴും ഈ പറയുന്ന നമ്മൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു ക്ലയന്റ് ആയിക്കോട്ടെ, പേഷ്യന്റ് ആയിക്കോട്ടെ, നമ്മൾ കാണുന്ന ആരും ആയിക്കോട്ടെ, ഇവരിലേക്ക് നമ്മൾ സ്പ്രെഡ് ചെയ്യുന്ന പോസിറ്റീവ് എനർജി എന്ന് പറയുന്നത് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന മാനിഫെസ്റ്റ് എന്നാണ്. നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന ഇതിലൂടെയാണ് നമ്മുടെ പോസിറ്റീവ് എനർജി ബിൽഡ് ചെയ്യുകയും നമ്മുടെ ഒരു സർക്കിളിൽ ഇത് വരികയും ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ അതിന് ഏറ്റവും കൂടുതൽ ചെയ്യേണ്ട ഒരു പോയിന്റുകൾ അവിടെ ഏറ്റവും പ്രധാനമായിട്ട് വരേണ്ട ഒരു പോയിന്റ് ആണ് 369 എന്ന് പറയുന്ന ഒരു മെത്തേഡ്. അപ്പോ ഇവിടെ നമുക്ക് ജസ്റ്റ് നമുക്കൊന്ന് മനസ്സിലാക്കിയ എനർജിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അതിനുശേഷം നമ്മൾ ഇങ്ങനെ ഓരോ പോയിന്റുകൾ പറയുന്നതിനും എനർജി നമ്മൾ കൺസ്യൂം ചെയ്യുന്നതും കൊടുക്കുന്നതും പോസിറ്റീവായുള്ള എനർജി നമ്മളിലേക്ക് കയറിയ നമുക്ക് സംഭവിക്കുന്നതും, നമ്മൾ വേറൊരാളെ കുറിച്ച് നെഗറ്റീവായിട്ട് തോട്ട് വരുന്ന സമയത്ത് നമ്മളാണ് അത് പേറി നടക്കുന്നത്. ഇപ്പൊ നമ്മൾ സാധാരണ രീതിയിൽ പറയാറുണ്ട് സ്ട്രെസ് എന്നൊക്കെ പറയുന്നത് നമ്മളാണ് മറ്റുള്ളവരുടെ, ഇപ്പൊ വേറൊരാളോട് എനിക്ക് ദേഷ്യം പിടിച്ച് നിൽക്കുന്നുണ്ട്, ഞാൻ വെഞ്ചൻസ് പക വെച്ച് നടക്കുന്നുണ്ടെങ്കിൽ ഞാനാണ് അത് ആ ഒരു നെഗറ്റീവ് എനർജി കൊണ്ട് നടക്കുന്നത് നമ്മൾ പറയാറുണ്ട്. പക്ഷെ അത് ഇങ്ങനെയാണ് ഫോം ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ കണക്ട് ചെയ്തുകൊണ്ടാണ് നമ്മുടെ ലൈഫിലും അയാളുടെ ഈവെന്റ്സ് വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ആ വെറുപ്പ് ഒരിക്കലും മാറാൻ കഴിയില്ല. ആ വെറുപ്പ് മാറ്റാൻ കഴിയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളെ മൈൻഡിൽ നിന്ന്
നമ്മളെ മൈൻഡിൽ നിന്ന് ഈ പറയപ്പെടുന്ന ആളുകളോടുള്ള കണക്ഷൻ നമ്മൾ വിടാൻ തുടങ്ങണം. ഈ എനർജി കണക്ട് ചെയ്തിട്ടുണ്ടല്ലോ, ഈ എനർജി കണക്ട് ചെയ്ത കണക്ഷൻ നമ്മൾ വിടണം. നമ്മുടെ ഒരു ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡും ഇയാളുടെ ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡും തമ്മിൽ ഒരു ഓവർലാപ്പിങ്ങോ അല്ലെങ്കിൽ ഒരു കണക്ഷനോ എന്തോന്ന് വന്നിട്ടുണ്ട്. ആ വന്ന സംഭവത്തെ ബ്രേക്ക് ചെയ്യണം നമ്മൾ. ആ ബ്രേക്ക് ചെയ്യുമ്പോഴാണ് നമ്മൾ ആരുടെക്കോ നെഗറ്റീവ് എനർജിയും കൊണ്ടാണ് നമ്മൾ നടക്കുന്നുള്ള ബോധ്യം നമുക്കുണ്ടാവണം. നമ്മള് ഭയങ്കര സെൻസിറ്റീവ് ആണ്. അവരെന്തെങ്കിലും കേട്ട അപ്പ ദേഷ്യം വരും, എന്തെങ്കിലും കേട്ട അപ്പ സങ്കടം വരും. ഈ പറയുന്ന ആള് വേറെ ആരുടോ എനർജിയും കൊണ്ടാണ് ഈ നടക്കുന്നത്, വേറെ ആരുടെക്കോ പ്രശ്നങ്ങളും കൊണ്ടാണ് നടക്കുന്നത്. നമ്മളൊക്കെ ഹലോ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? ഓക്കെ. നമ്മളൊക്കെ വേറെ ആരുടെക്കോ പ്രോബ്ലംസും കാര്യങ്ങളും കൊണ്ടായിരിക്കും നടക്കുന്നുണ്ടാവുക. അപ്പൊ ഇവിടെ നമുക്ക് ഫീൽ ചെയ്യുന്നത്, നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് നമ്മളിപ്പോ ചില കേസിലൊക്കെ പറയാറുണ്ട്, നമ്മളൊരു സ്ട്രേഞ്ചറിനെയാണ് കാണുന്നതെങ്കിൽ ഈ സ്ട്രേഞ്ചറിനെ കാണുന്ന സമയത്ത് നമ്മൾ ഒരുപാട് പരിചയമൊക്കെയായി ഒരുപാട് കാലം ഇയാൾക്ക് ഇങ്ങനെ സംസാരിക്കുമ്പോഴൊക്കെ നമുക്കിങ്ങനെ തോന്നുക, നമുക്ക് ആരോടെങ്കിലും അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ റിലേറ്റ് ചെയ്യും. നമുക്കിങ്ങനെ തോന്നുകയാണ് ഇയാളെ ഞാൻ ഒരുപാട് മുമ്പേ പരിചയപ്പെടേണ്ടതായിരുന്നു. അപ്പൊ നമ്മൾ ചില ആളുകളൊക്കെ മിസ്റ്റേക്കായി ചില ആളുകളൊക്കെ പറയാറുണ്ട്, ഞാൻ കഴിഞ്ഞ ജന്മത്തിൽ നമ്മൾ ഭയങ്കര ചിലപ്പോൾ ബന്ധമായിരിക്കും, ഭയങ്കര റിലേറ്റ് ആയിരിക്കും, അതുകൊണ്ടായിരിക്കും നമുക്കിപ്പോ വന്നിട്ടുണ്ടാവുക. ഇങ്ങനെ പറയുന്ന കൺസെപ്റ്റിൽ പല ഈ എനർജി ലെവലിൽ പറയുന്ന കൺസെപ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ തന്നെ ലോസ്റ്റ് പാർട്ട് ഓഫ് അവർ സെൽഫ് എന്നാ പറയുന്നത്. നമ്മളെ തന്നെ ഒരു ലോസ്റ്റ് പാർട്ടാണ് ഇവരൊക്കെ. ഈ സ്ട്രേഞ്ചർ ആയിട്ട് വരുന്നു, ഇവര് നമ്മളായിട്ട് കണക്ട് ആവുന്നു, നമ്മൾ സംസാരിക്കുന്നു, നമ്മളിൽ എനർജി ലോസ്റ്റ് ആയിട്ടുണ്ടല്ലോ, നമ്മളെ ഉള്ളിലുണ്ടായ ഒരുപാട് പോസിറ്റീവ് എനർജി നമ്മൾ കളഞ്ഞിട്ടുണ്ടാവുമല്ലോ. ഈ പോസിറ്റീവ് എനർജിനെ നമ്മൾ രണ്ടാമത് ഫീൽ ചെയ്യാണ് അയാളിലൂടെ ഫീൽ ചെയ്തപ്പോ നമുക്ക് തോന്നുകയാണ് നേരത്തെ ഇവരെ കാണേണ്ടിയിരുന്നു, അല്ലെങ്കിൽ നമ്മൾ തമ്മിൽ മുജ്ജന്മ ഒരു ബന്ധം നമുക്കുണ്ട് എന്നൊക്കെ നമ്മൾ പറയുന്നത്. ഈ എനർജി നമുക്ക് ഫീൽ ചെയ്തു തുടങ്ങി. നമുക്ക് ഇയാളിലൂടെ നമുക്ക് കിട്ടിയത് നമ്മളെ ലോസ്റ്റ് അവർ സെൽഫ്, നമ്മുടെ ഉള്ളിലുണ്ടായ നമ്മളെ തന്നെ നമ്മൾ എവിടോ വെച്ച് മറന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ പറയാറുണ്ടല്ലോ, ചില ആളുകളൊക്കെ പറയുന്നത്, ഡോക്ടർ എന്റെ കല്യാണം വരെ ഞാൻ ഇങ്ങനെയായിരുന്നു, ഭയങ്കര അടിപൊളിയായിരുന്നു, ഞാൻ കല്യാണത്തിന് ശേഷമാണ് ഞാൻ അങ്ങനെ. ആർക്കും സൗണ്ട് കേൾക്കാത്ത പ്രശ്നമൊന്നുമില്ലല്ലോ? ക്ലിയർ ആണ്. ഓക്കെ. അപ്പൊ നമുക്ക് കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ, കാരണം ഈ കല്യാണത്തിന് വിഷയം ഞാൻ ഇവിടെ ഇടാനുള്ള ഒരു റീസൺ എന്താ വെച്ചാൽ ഞാൻ കൂടുതൽ കപ്പിൾ കൗൺസിലിംഗ് ആണ് എടുക്കുന്നത്. അപ്പൊ എനിക്ക് വരുന്ന ഏറ്റവും കൂടുതൽ കേസുകളും പൊതുവെ ഈ പറയുന്ന ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പിന്റെ ഒക്കെ കേസുകളായിരിക്കും. അപ്പൊ അവിടെ ഞാൻ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു ടോപ്പിക്കാണ്, കല്യാണത്തിന് മുമ്പ് ഞാൻ ഭയങ്കര ആക്റ്റീവ് ആയിരുന്നു, കല്യാണത്തിന് ശേഷം ഞാൻ ഭയങ്കര ഇങ്ങനെ ആയിപ്പോയി, ഞാൻ തീരെ ആക്റ്റീവ് അല്ല, ഞാൻ ആരോടും സംസാരിക്കാറില്ല, ഞാൻ ഭയങ്കരമായിട്ട് ഇൻട്രോവേർട്ട് ആയി തുടങ്ങി. ഇത് എവിടെ സംഭവിച്ചത്? അതെവിടെ സംഭവിച്ചത്? നമ്മൾ എവിടെ സംസാരിക്കുന്ന സമയത്ത്, ഇത് ഡീൽ ചെയ്യുന്ന സമയത്ത് ഇതിനോട് നമുക്ക് അറിയാലോ, അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ട്രോമ സംഭവിച്ചിട്ടുണ്ട്, അതിനെ കൊണ്ടാണ്. അത് നമുക്ക് സൈക്കോളജിക്കലി നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്, ഇയാൾക്ക് ഇങ്ങനെ ട്രോമ സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ ആ ട്രോമയിൽ നിന്ന് ഇയാളെ നമുക്ക് എങ്ങനെ, ഇയാളെ ലോസ്റ്റ് ചെയ്ത ഇയാള് കംപ്ലീറ്റ്ലി ഡ്രെയിൻ ആയ എനർജി ഇയാൾക്ക് റീഫോം ചെയ്തെടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അപ്പൊ ഇയാൾ ഇത് എവിടെ ഇതൊക്കെ കളഞ്ഞത് ആദ്യം നമുക്ക് തിരയാനുണ്ട്. ഇയാളുടെ ഉള്ളിലുള്ള എനർജി കംപ്ലീറ്റ് എവിടെ കൊടുത്തിട്ടുണ്ട്. ഇയാളെ ഈ ഒരു കല്യാണം ഒരു 18 അല്ലെങ്കിൽ 20 വയസ്സ് 25 വയസ്സിൽ കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 25 വയസ്സ് വരെ ഇയാളുടെ ഈ ടോപ്പ് ലെവൽ ഒപ്റ്റിമൽ ലെവലിൽ നിൽക്കുന്ന എനർജി ഇയാൾ ഇത് എവിടെ കൊണ്ടുപോയിട്ടാണ് ലോസ് ചെയ്തത്? എവിടെ കൊണ്ടുപോയിട്ട് അതെല്ലാം കളഞ്ഞത്? ആർക്കതൊക്കെ കൊടുത്തത്? ആരുടെ എനർജിയാണ് ഇയാൾ എടുത്തത്? ഇതിനെക്കുറിച്ചുള്ള ഒരു ഡിസ്കഷൻ നമ്മൾ അവിടെ കൊണ്ടുവരുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് കിട്ടും ഇത് എവിടെയാണ് ഇയാളുടെ ട്രോമ വന്നിട്ടുള്ളത്, എവിടെയാണ് പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ ഇയാൾക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്, എങ്ങനെയാണ് ഡിപ്രഷൻ, ഈ പറയുന്ന പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻസ് ഇയാൾക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്, എവിടെയാണ് നമുക്ക് പ്രോബ്ലംസ് ക്രിയേറ്റ് ആവുന്നത്, എവിടെയാണ് നമ്മുടെയൊക്കെ കോൺഷ്യസ്നെസ് നമുക്ക് നഷ്ടപ്പെട്ടത്, എവിടെയാണ് ഇയാൾക്ക് നഷ്ടപ്പെട്ടത്, എവിടെയാണ്? ഇങ്ങനെ പറയുന്ന ടോപ്പിക്സിൽ നമുക്ക് കൃത്യമായിട്ട് ഈ എനർജി കണക്ഷനും ഈ കണക്ട് ചെയ്ത എനർജി സ്പ്രെഡ് ചെയ്യുന്നതും ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് കിട്ടുന്ന നെഗറ്റീവ് എനർജി, നമ്മൾ കൊടുക്കുന്ന നെഗറ്റീവ് എനർജി, അപ്പോ അവിടെ ഈ നെഗറ്റീവ് എനർജിയും പോസിറ്റീവ് എനർജിയും ഒരു ഗ്രൂപ്പുകൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഗ്രൂപ്പിൽ നമ്മൾ പലപ്പോഴും പറയാറുണ്ടല്ലോ, അസൂയ നല്ലതല്ല, പരദൂഷണം നല്ലതല്ല, ഇത് നമ്മൾ പറയാറുണ്ട് അല്ലെ?
അല്ലെങ്കിൽ നമ്മുടെ ചിന്തകളിൽ, നമ്മുടെ തോട്ട്സിൽ ഈ പറയുന്ന ഓവർ തിങ്കിങ് പാടില്ല, എക്സ്പെക്ടേഷൻ പാടില്ല, അറ്റാച്ച്മെന്റ് ഓവറായിട്ട് ഒരാളായിട്ട് നമ്മളിങ്ങനെ എപ്പോഴും ഇങ്ങനെ ഇരുന്ന് സംസാരിച്ച് അങ്ങനെ നിൽക്കരുത് എന്ന് പറയുന്ന നമ്മൾ പറയാറുണ്ട് അല്ലെ. ഇതിനൊക്കെ പുറമെ തന്നെ നമ്മൾ പറയുന്ന ഒരു സംഭവം ഉണ്ട്, എന്താണ്, ചന്ദനം ചാരിയാൽ ചന്ദനം മണക്കും എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റില് അങ്ങോട്ടേക്ക് എത്തിച്ചാൽ നമുക്കിതെല്ലാം ക്ലിയർ ആക്കും. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഒരുപാട് ആളുകൾ നമ്മളെ ഒരു എന്താ പറയുക, ഒരു പഴഞ്ചൊല്ലായിട്ട് പറയാറുണ്ട്. അതേപോലെ തന്നെ പല കൺസെപ്റ്റിൽ പറയുന്ന ഒരേ കാര്യമാണ് ഇതൊക്കെ. എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ഒരു ഗ്രൂപ്പിൽ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ സുഹൃത്തിനോട് പറയാണ്, എടാ ഈ എന്താണ് ഇന്ന ആളെ കണ്ടോ, അത് ചിലപ്പോൾ രണ്ടുപേർക്കും അറിയുന്ന ഒരാളായിരിക്കും, ആ ആൾ അവിടെ ഇല്ല, എന്നാൽ പോലും ആ ആള് ചെയ്തത് ശരിയല്ലല്ലോ എന്ന് പറയുന്ന ആ ഒരു ചെറിയൊരു കാര്യം ഉണ്ടല്ലോ, ആ ചെറിയ കാര്യം മതി ആ സ്റ്റാർട്ട് ചെയ്യുന്നത് ഞാൻ അയാളായിട്ട് കണക്ട് ചെയ്ത് തുടങ്ങി എന്നുള്ളതാണ്. ആ പറയുന്ന ഒരാള് ഇപ്പൊ എന്താണ്, എൻ്റെ ഒരു സുഹൃത്തുണ്ട്, ഒരു അമീറാണ്. ആ അമീറുടെ അടുത്ത് ഞാൻ ആ ആളുടെ സ്വഭാവം ഇങ്ങനെയാണല്ലോ എന്ന് ഞാൻ പറയുമ്പോൾ ഈ പറയുന്ന സുഹൃത്തിനായിട്ട് ഞാൻ കണക്ട് ചെയ്തു തുടങ്ങി. ഓക്കെ, ഈ കണക്ഷൻ വരുന്നതോടെ ഞാൻ ആ ആളെ പറ്റി അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പലപ്പോഴും ചില ഇങ്ങനെ കഥകൾ പറയും, അവിടെ പോയിട്ട് വേറൊരാളെ പറ്റി ഇങ്ങനെ പറയുന്നു. ഇത്രയും ആളുകളെ പറ്റി ഞാനിത് ഇങ്ങനെ കഥകൾ പറയുന്ന സമയത്ത് ഞാൻ ആ വിഷയങ്ങൾ ഭയങ്കര കോൺഷ്യസ് ആയി തുടങ്ങുകയും ആ കോൺഷ്യസ്നെസ് എനർജി ഇതേപോലുള്ള ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ് ആയിട്ട് എന്നെ ചുറ്റി നിൽക്കുകയും എന്റെ പ്രസൻസ് നിങ്ങൾക്ക് ഫീൽ ചെയ്തു തുടങ്ങും. അയാൾ വരണ്ട, അയാൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ പ്രശ്നമാണ്. അയാൾക്ക് എന്നെ കാണുകയോ എന്നോട് സംസാരിക്കുകയോ ഒന്നും നിങ്ങൾക്ക് ചെയ്യണ്ട. ചിലപ്പോൾ എന്റെ പ്രസൻസ് നിങ്ങൾക്ക് ഫീൽ ചെയ്തു തുടങ്ങും നെഗറ്റീവ്, ഇയാൾ നെഗറ്റീവ് ആണ്, ഇത് എന്നോട് സംസാരിക്കാൻ പറ്റില്ല, ഇയാളോട് സംസാരിച്ച് ചിലപ്പോൾ കഥകൾ ഉണ്ടാക്കും, അല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും പോയി പറയും. ഇങ്ങനെ പറയുന്ന കഥകളിലും കാര്യത്തിലൊക്കെ ഇയാളുടെ മൈൻഡ് ഇത്രയും പറയപ്പെടുന്ന ആളുകളായിട്ട് കണക്റ്റഡ് ആയിരിക്കും. അങ്ങനെ കണക്ട് ചെയ്യുന്ന സമയത്ത് ഇവരുടെ ഒക്കെ നെഗറ്റീവ് എനർജി ഇയാൾ ഇങ്ങനെ വലിക്കുകയായിരിക്കും. വലിച്ച് ഇയാൾ ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വർഷങ്ങളോളം കഴിയുന്നതിലൂടെ ആളുകൾക്ക് മൊത്തം ഒരു ഇഷ്ടക്കേട് ഉണ്ടാക്കുന്നത് ഈ പറയപ്പെടുന്ന ആളുകളായിരിക്കില്ല, പറഞ്ഞുകൊണ്ടിരിക്കുന്ന എന്നെ ആയിരിക്കും ഇഷ്ടമില്ലാത്തത്. കാരണം ഞാൻ പിന്നെ അത് സ്പ്രെഡ് ചെയ്യാൻ തുടങ്ങി. എനിക്ക് കിട്ടിയ എനർജി മൊത്തം ഞാൻ ഇങ്ങനെ എടുത്തു വെക്കുവോ, അങ്ങനെ എത്ര കാലം എനിക്ക് എനർജി ഇങ്ങനെ ഒരു ദിവസം ബേസ്റ്റ് ചെയ്യും. അപ്പൊ ബേസ്റ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഇത് മെല്ലെ നമ്മുടെ റേഡിയേഷൻ പോലെയാണ്, നമ്മളിങ്ങനെ ശരീരത്തിൽ മെല്ലെ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും, ആളുകളിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. അങ്ങനെ പോകുന്ന സമയത്ത് ഞാൻ എത്തുന്ന സ്ഥലത്തൊക്കെ ആളുകൾക്ക് എന്നെ ഫീൽ ചെയ്തു തുടങ്ങും. അപ്പോ നമ്മുടെ നാട്ടിൽ തീരെ മോശമുള്ള ആളുകളുണ്ടാവും, നല്ല ആളുകളുണ്ടാവും, നമുക്ക് സ്വഭാവം മോശമായ ആളുകളുണ്ടാവും, നമുക്ക് നല്ല ആളുകളുണ്ടാവും. ഇതൊക്കെ നമ്മുടെ അറ്റാച്ച്മെന്റും കണക്ഷനുമാണ് കാണിക്കുന്നത്. നമുക്ക് ഒരാളെ പറ്റി ഭയങ്കര മോശം അഭിപ്രായമാണ്, നമ്മൾ അയാളായിട്ട് അറ്റാച്ച്ഡ് ആണ്. നമ്മൾ ഒരാളോട്ട് ഭയങ്കര ഇഷ്ടമായ അഭിപ്രായമാണ്, നമ്മൾ അയാളും അറ്റാച്ച്ഡ് ആണ്. അതായത് ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാല്, നമ്മൾ ഒരാളെ പറ്റിയിട്ട് കോൺഷ്യസ് ആയിട്ട് ആലോചിച്ച് തുടങ്ങുന്നതിലൂടെ ആ ആളുമായിട്ട്, ആ ആളുടെ ലൈഫ് ഇവന്റ്സുമായിട്ട് നമ്മൾ കണക്ട് ചെയ്യപ്പെടും എന്നുള്ളത് തന്നെയാണ് എനർജി ലെവലിൽ നമ്മൾ പറയുന്നത്. അങ്ങനെ നമ്മൾ ഒരാളെ പറ്റി ആലോചിക്കാൻ പാടില്ല എന്നല്ല എൻ്റെ അർത്ഥം. ഒരാളെ പറ്റി കോൺഷ്യസ് ആയിട്ട് ആലോചിക്കുക. കോൺഷ്യസ് ആയിട്ട് ആലോചിക്കുക എന്ന് പറയുമ്പോൾ അയാളുടെ ലൈഫ് ഇവന്റ്സിൽ ഓരോ കാര്യത്തെക്കുറിച്ചും നമ്മൾ കോൺഷ്യസ് ആയിരിക്കും, അയാളുടെ ഓരോ പ്രവൃത്തികളെ കുറിച്ച് നമ്മൾ കോൺഷ്യസ് ആയിരിക്കും, അയാളുടെ ഓരോ സ്വഭാവത്തെ കുറിച്ച് നമ്മൾ കോൺഷ്യസ് ആയിരിക്കും. അയാൾ എന്ത് ചെയ്യുന്നു, എന്തൊക്കെ ചെയ്യാതിരിക്കുന്നു, അയാളുടെ ഇഷ്ടങ്ങൾ എന്താണ്, അനിഷ്ടങ്ങൾ എന്താണ്, ഓവറായിട്ട് അയാളുടെ പിന്നാലെ നടന്ന് അദ്ദേഹത്തിന് കംപ്ലീറ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, ആ എനർജി നമ്മൾ കംപ്ലീറ്റ് എടുക്കും. അപ്പൊ ഇതിലൂടെ നമ്മൾ കണക്റ്റഡ് ആയി. അങ്ങനെ കണക്ട് ചെയ്ത് പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യുന്നവരാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ആളുകളെ കണ്ടിട്ടുള്ളത്. അതായത് ലൈഫ് എവിടേക്കോ പോയിട്ട് സ്റ്റക്കായി കിടക്കുകയാണ്, ലൈഫ് എനിക്ക് ഇനി മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല, എൻ്റെ ബിസിനസ് സ്റ്റക്കായി കിടക്കുകയാണ്, എൻ്റെ ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഞാൻ ഇവിടെ ലോക്കായി കിടക്കുക, എനിക്കിത് പുറത്ത് ചാടാൻ പറ്റുന്നില്ല. കാരണം അവിടെ പ്രോബ്ലം വന്നിട്ടുള്ളത് ഞാൻ എവിടെയാണോ സ്റ്റോപ്പ് ചെയ്തത്, ഞാൻ എൻ്റെ ലൈഫിൽ ഇതുവരെയല്ല എൻ്റെ മൂവ്മെന്റ്സിൽ, എൻ്റെ കൂടെയുള്ള ആളുകളിൽ, എൻ്റെ ലൈഫിൽ ഞാൻ എമേർജ് ചെയ്ത എനർജീസ് എന്തൊക്കെയായിരുന്നു, ആ എനർജീസ് ഓരോന്നും ഞാൻ എന്ത് ചെയ്യണം, ഓരോ ലൈഫ് ഇവന്റ്സ് വെച്ചിട്ട് ഞാനിത് ഇങ്ങനെ ഫോം ചെയ്തെടുക്കണം എന്നുള്ളതാണ്. അങ്ങനെ ഫോം ചെയ്തെടുക്കുന്നതിലൂടെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓരോ കാര്യത്തെയും എനിക്ക് ഇങ്ങനെ റീവയർ ചെയ്യാൻ പറ്റും. അങ്ങനെ റീവയർ ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മെത്തേഡാണ്
ഇപ്പൊ 369 മെത്തേഡ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാനിഫെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളൊരു സാധനത്തെ മാനിഫെസ്റ്റ് ചെയ്യാൻ എനിക്ക് ഇങ്ങനെ ഒരു ആഗ്രഹമുണ്ട്, ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ട് എന്നുള്ളതിന് പകരം ആ സംഭവം എനിക്ക് കിട്ടിയാൽ എങ്ങനെയായിരിക്കും എന്നുള്ളതിനെ കുറിച്ച് രാവിലെ ഒരു 369 എന്ന് പറയുന്നത് മോർണിംഗ് ടൈമിൽ ഒരു 3 ടൈം, ഈ ആഫ്റ്റർനൂൺ 6 ടൈംസ് ആൻഡ് നൈറ്റിൽ ഈവനിങ്ങിൽ 9 ടൈംസ് ഇങ്ങനെ റിപ്പീറ്റ് ആയിട്ട് 30 ഡേയ്സിൽ കണ്ടിന്യൂസ് ആയിട്ട് എഴുതണം എന്നാണ്. അതായത് 369 ഇത് മാനിഫെസ്റ്റ് ചെയ്യണ്ടോ. നമ്മൾ ആദ്യം മാനിഫെസ്റ്റ് ചെയ്യണം നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത്, നമ്മുടെ എനർജി എവിടെയാണോ ലോക്കായി കിടക്കുന്നത്, ഞാൻ ആരായിട്ടാണോ കൂടുതലായിട്ട് കണക്ട് ആയിരിക്കുന്നത്, ഞാൻ ആരായിട്ടാണോ കൂടുതലായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്, ഇത് നമ്മൾ റെക്കഗ്നൈസ് ചെയ്യണം, നമ്മളൊന്ന് കൺസിഡർ ചെയ്യണം, നമ്മുടെ മൈൻഡിലേക്ക് അത് എത്തണം. ഞാൻ ആരോടൊക്കെയോ കണക്റ്റഡ് ആണ്, ഞാൻ ആരോടൊക്കെയോ ഞാൻ ഓവറായിട്ട് അറ്റാച്ച്ഡ് ആണ്, ഞാൻ ആരോടൊക്കെയോ പ്രശ്നങ്ങൾ കാണാറുണ്ട്. എന്റെ പ്രശ്നങ്ങൾ ഞാൻ ചില കേസുകളിലൊക്കെ പറയാറുണ്ട്, ഈ ഷെയർ ചെയ്യാൻ ആളില്ലാത്തത് ഭയങ്കര പ്രശ്നമായിട്ടാണ് എല്ലാവരും പറയാറുള്ളത്. എനിക്കൊന്ന് ഷെയർ ചെയ്യാൻ ആളില്ല. നമ്മൾ എന്താ ശരിക്കും ഷെയർ ചെയ്യുന്നത്? നമുക്ക് എന്താ ഷെയർ ചെയ്യാനുള്ളത്? നമ്മുടെ നെഗറ്റീവ്സ് ആണ് നമ്മൾ ഷെയർ ചെയ്യുന്നത്, അല്ലാതെ നമ്മൾ പോസിറ്റീവ് ആരെങ്കിലും ഷെയർ ചെയ്യാറുണ്ടോ? നമ്മൾ പോസിറ്റീവ് അല്ലല്ലോ, നമ്മൾ നെഗറ്റീവ്സ് ആ. എന്റെ വീട്ടിൽ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഇപ്പൊ ഒരു ഫ്രണ്ട്സ് ആണെന്നുണ്ടെങ്കിൽ വീട്ടിൽ ഇപ്പൊ ഇങ്ങനെ ഒരു സംഭവം നെഗറ്റീവ് സംഭവിച്ചിട്ടുണ്ട്, അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട്, ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട്. ഇതാണ് എന്റെ ലൈഫിൽ ഏറ്റവും മറക്കാൻ കഴിയാത്ത ഒരു സങ്കടം എനിക്ക് അതാണ്. എനിക്കതിന്ന് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. ഒരു അഫെയർ വന്നു, ഒരു ലവ് അഫെയർ വന്നു, അതിൽ ഫെയിലിയർ വന്നു, അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു ആക്സിഡന്റ് സംഭവിച്ചു, ആ ആക്സിഡന്റിന്റെ കഥകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ നമ്മുടെ ലൈഫ് ഇവന്റ്സിൽ നടന്ന ആ ഒരു പ്രോബ്ലത്തെ എനർജി ആയിട്ട് കൺവേർട്ട് ആയിട്ടാണ് നമ്മൾ പറയുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നില്ല. നമ്മൾ പറയുന്ന വാക്കുകളിൽ ഒരു ഫ്രീക്വൻസി ഉണ്ട്, നമ്മുടെ ഇമോഷൻസിന് ഒരു ഫ്രീക്വൻസി ഉണ്ട്. ഇതെല്ലാം പുറത്തു വരികയാണ്. അതായത് ഒരു ഫ്രീക്വൻസി ലെവലിൽ നമ്മൾ പറയാന്നുണ്ടെങ്കിൽ ഒരു ഏറ്റവും ചുരുക്കം ചെറിയൊരു എക്സാമ്പിളാണ് ഞാൻ പറയുന്നത്. അതില് പറയുന്ന സാധനമുണ്ട് ആങ്കർ, ദേഷ്യം, ഷെയിം, റിഗ്രറ്റ്, ഗിൽട്ട്, ഫിയർ. ഇത്രയും സാധനങ്ങൾ ശരിക്കും ഓപ്പറേറ്റ് ചെയ്യുന്നത് ലോ വൈബ്രേഷണൽ ഫ്രീക്വൻസിയിലാണ്. അതുപോലെ തന്നെ അപ്രിസിയേഷൻ, ഗ്രാറ്റിറ്റ്യൂഡ്, ലവ്, കമ്പാഷൻ, അതുപോലെ തന്നെ ഒതന്റിസിറ്റി, ഇത്രയും കാര്യങ്ങൾ ഹൈ ഫ്രീക്വൻസി, ഹൈ വൈബ്രേഷണൽ ഫ്രീക്വൻസിയിലാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. നമ്മൾ മൈൻഡ് ഓപ്പറേറ്റ് ചെയ്യുന്ന ഫ്രീക്വൻസികളാണ് അതൊക്കെ. അപ്പൊ അത് ഇമോഷൻസ് വെച്ചിട്ടുള്ള ഫ്രീക്വൻസി ലെവലുകളാണ്. അപ്പൊ നമ്മൾ ഏറ്റവും ലോ വൈബ്രേഷൻ ഫ്രീക്വൻസിയിലാണോ നമ്മൾ നിൽക്കുന്നത്, ഹൈ വൈബ്രേഷൻ ഫ്രീക്വൻസിയിലാണോ നമ്മൾ നിൽക്കുന്നത്? ഹൈ വൈബ്രേഷൻ ഫ്രീക്വൻസി എന്ന് പറയുമ്പോൾ അവിടെ അപ്രിസിയേഷൻ വരും, ഗ്രാറ്റിറ്റ്യൂഡ് വരും, ലവ് വരും, കമ്പാഷൻ വരും, ഒതന്റിസിറ്റി വരും, സത്യസന്ധത വരും. നമുക്ക് നേരെ ലോ വൈബ്രേഷൻ ഫ്രീക്വൻസിയിലാണെങ്കിലോ ആങ്കർ, ദേഷ്യമാണ്, എപ്പോഴും ദേഷ്യമായിരിക്കും. അതുപോലെ ഷെയിം, നമുക്കൊരു എന്താ പറയാ, ഒരു ദുരഭിമാനത്തിന്റെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ അവിടെ കാണും. റിഗ്രറ്റ് ഫീൽ ചെയ്ത് തുടങ്ങും, ഗിൽറ്റ് ഫീൽ ചെയ്ത് തുടങ്ങും, ഫിയർ, ഭയങ്കര പേടി തുടങ്ങും. ഇങ്ങനെ പറയുന്ന ഒരു രണ്ട് ടൈപ്പ് ഓഫ് രണ്ട് വേരിയേഷൻ ആയിട്ടാണ് ഇതിന് നമ്മൾ പറയുന്നത്. അപ്പോൾ ഈ രീതിയിലുള്ള കണക്ട് ചെയ്തിട്ടുള്ള പോയിന്റിലാണോ നമ്മൾ വന്ന് നിൽക്കുന്നത്? ഏത് വൈബ്രേഷൻ ഫ്രീക്വൻസിയിലാണ് നമ്മൾ കണക്ട് ചെയ്ത് നിൽക്കുന്നത്? നമ്മുടെ അടുത്ത് വരുന്ന രോഗികൾ അല്ലെങ്കിൽ പേഷ്യൻസ് ആയിക്കോട്ടെ, ക്ലയന്റ് ആയിക്കോട്ടെ, നമ്മൾ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളായിക്കോട്ടെ, ഫാമിലി ആയിക്കോട്ടെ, മക്കളായിക്കോട്ടെ, ഇവരൊക്കെ ഏത് എനർജി ലെവലിലാണ് നിൽക്കുന്നത്? ഈ നിൽക്കുന്ന എനർജി നമുക്ക് എങ്ങനെയാണ് കിട്ടുന്നത്? നമ്മൾ എങ്ങനെയാണ് സ്പ്രെഡ് ആവുന്നത്? നമ്മുടെ വീട്ടിലോട്ട് പോകുന്ന സമയത്ത് നമ്മുടെ എനർജി നമ്മളെങ്ങനെയാണ് സ്പ്രെഡ് ആവുന്നത്? നമ്മൾ കുട്ടികളെ കാണുമ്പോൾ പെട്ടെന്ന് എന്തെങ്കിലും കാണുമ്പോൾ ഇഷ്ടമില്ലാത്തത് കാണുമ്പോൾ പെട്ടെന്ന് ദേഷ്യപ്പെടാറുണ്ടോ? ഈ ദേഷ്യം എന്ന് പറയുന്നത് നമ്മൾ വേറെ എവിടെ പോയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ചിലപ്പോൾ ഓഫീസിലായിരിക്കും, ചിലപ്പോൾ നമ്മൾ അവിടെ ഉള്ള ഏതോ ആളായിട്ട് നമ്മൾ കണക്ട് ആയി. അയാളെ പ്രശ്നത്തെ കുറിച്ച് നമ്മൾ വേവലാതിപ്പെട്ട് തുടങ്ങി. അല്ലെങ്കിൽ ആരോ നമ്മളോട് ഷെയർ ചെയ്യാനൊന്നുമില്ലല്ലോ, ഈ ഷെയർ ചെയ്യാനില്ലല്ലോ എന്നുള്ള സങ്കടത്തിൽ നമ്മളടുത്ത് ആരൊക്കെയോ എന്തൊക്കെയോ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ദിവസങ്ങളായിട്ട്. അയാളുടെ പ്രശ്നങ്ങളായിരിക്കും ഷെയർ ചെയ്യുന്നുണ്ടാവുക. സ്വാഭാവികമായിട്ടും നമ്മൾ സൈക്കോളജിസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഡെയിലി നമ്മൾ കേൾക്കുന്നത് നല്ലതായിരിക്കില്ലല്ലോ, നെഗറ്റീവ്സ് ആയിരിക്കും ഡെയിലി നമ്മൾ കേട്ടോണ്ടിരിക്കുന്നത്. ഇങ്ങനെ കേട്ടോണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങളും നമുക്ക് എനർജി ആയിട്ട് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ അവരുമായിട്ട് കണക്റ്റഡ് ആവും. നമുക്ക് ആ ഒരു ഇമോഷണൽ ടച്ച് അവരായിട്ട് വരുന്നുണ്ടെങ്കിൽ നമ്മൾ അവരായിട്ട് കണക്റ്റഡ് ആയി. ഇമോഷണലൊക്കെ വരുമ്പോൾ നല്ല സാധനമാണ്, നല്ല സത്യസന്ധതയിലാണ് നമ്മൾ സംസാരിക്കുന്നത് നോക്കുമ്പോൾ തോന്നുമെങ്കിലും ട്രാപ്പാണത്. നമ്മൾ അവരായിട്ട് കണക്റ്റഡ് ആയി. അവരുടെ ലൈഫ് ഇവന്റ്സും നമ്മളെ ലൈഫ് ഇവന്റ്സും തമ്മിൽ ഒരുപാട് ബന്ധം ഉണ്ടാവും. നമ്മൾ വീട്ടിലെത്തുന്ന സമയത്ത് നമ്മൾ അവരുടെ വീട്ടിൽ സംഭവിച്ചൊക്കെ നമ്മൾ വീട്ടിൽ സംഭവിച്ചു തുടങ്ങും. ആ എനർജി നമ്മൾ ഇവിടെ ട്രാൻസ്ഫർ ചെയ്ത് തുടങ്ങും. പിന്നെ നമ്മൾ വീട്ടിലെത്തുമ്പോൾ കാണാൻ പാടില്ലാത്ത അപ്പേക്ക് നമ്മൾ ഷൗട്ട് ചെയ്യും. ഷൗട്ട് ചെയ്യാത്ത ഒരാളായിരിക്കും. നമ്മൾ എന്തോ ഫ്രസ്ട്രേഷൻ, എന്നിട്ട് നമ്മൾ പറയും വർക്ക് ലോഡ് ദേഷ്യം വന്നാണെന്നൊക്കെ.
വർക്ക് ലോഡ് കൊണ്ടൊന്നല്ല നമുക്ക് ദേഷ്യം വരുന്നത്. നമ്മളെ ദേഷ്യം വരുന്നത് നമ്മൾ വേറെ ആരോടൊക്കെ കൃത്യമായിട്ടുള്ള കണക്റ്റഡ് ആയി അയാളുടെ ലൈഫ് ഇവന്റ്സ് ആ എനർജി നമ്മളിലൂടെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോ അവിടെ ദേഷ്യം എന്ന് പറയുന്ന സംഭവം നമ്മുടെ എനർജി ഇങ്ങനെ കുറച്ച് വെക്കും. ഈ എനർജി ഇങ്ങനെ കുറച്ചിട്ട് നമ്മുടെ നെഗറ്റീവ് എനർജി വേറൊരാൾക്ക് നമുക്ക് അങ്ങനെ കൊടുക്കുകയാണ്. നമ്മുടെ ബോഡിന്റെ എനർജി മൊത്തം ഡ്രെയിൻ ആയി കഴിഞ്ഞാൽ നമ്മൾ പിന്നെന്താ ചെയ്യുക? നമ്മൾ ക്ഷീണിച്ചു തുടങ്ങുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? മറ്റുള്ളവരുടെ നിന്ന് എനർജി ഇങ്ങോട്ടേക്ക് മേടിക്കും. ഈ വാങ്ങുന്ന എനർജി എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. പോസിറ്റീവ് എനർജി അല്ല നമ്മൾ വാങ്ങുക, നെഗറ്റീവ് എനർജി നമ്മൾക്ക് അട്രാക്ട് ആവുക. കാരണം നെഗറ്റീവ് പറഞ്ഞ് നമ്മളെ ഡ്രെയിൻ ആയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മൾ എടുക്കുന്ന എനർജി കംപ്ലീറ്റ് നെഗറ്റീവ് ആയിരിക്കും. അങ്ങനെയാണ് നമ്മുടെ ലൈഫിലൂടെ നമ്മൾ സ്റ്റക്കായി കിടക്കുന്നത്. നമുക്ക് നഷ്ടപ്പെട്ട നമ്മുടെ അവർ സെൽഫ് ഉണ്ടല്ലോ, നമ്മുടെ സെൽഫ് ലവ് ഉണ്ടല്ലോ, ആ നഷ്ടപ്പെട്ടത് അവിടെ മുതൽ നമുക്ക് നഷ്ടപ്പെട്ട സെൽഫ് ലവ് ഉണ്ടാവും. നമ്മുടെ കൂടെയുള്ള ആളുകൾക്ക് ലവ്, കമ്പാഷൻ എല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. ആ നഷ്ടപ്പെട്ട മുതലാണ് ഇയാൾ പിന്നെ ആരാണോ കൂടെ ഉള്ളത് അവരായിട്ട് കണക്ട് ചെയ്തിട്ട് പിന്നെ അങ്ങനെ അയാളുടെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ജീവിച്ചാൽ മതി, പിന്നെ മരിക്കുന്നത് വരെ എങ്ങനെയെങ്കിലും ജീവിച്ചാൽ മതി. പിന്നെ അവര് ഇമോഷൻ ഒന്നും, എന്റെ ഇമോഷൻ മനസ്സിലാക്കാൻ ആരുമില്ല, എന്റെ സങ്കടം മനസ്സിലാക്കാനൊരില്ല. ആരോടെ ഞാൻ പറയാം, ആർക്ക് പറഞ്ഞാലും എന്റെ സങ്കടം മനസ്സിലാവുന്നില്ല. എപ്പോഴും പരാതികളാണ്. എന്ത് കിട്ടിയാലും ഗ്രേറ്റ്ഫുൾ ആയിട്ട് ഫീൽ ചെയ്യാറില്ല. എല്ലാത്തിനോടും പരാതി. ഇത്രയൊന്നും പോരാ, ഞാൻ ഇങ്ങനൊന്നും ഉള്ള ഒരാളല്ല, ഞാൻ ഇങ്ങനൊന്നും ജീവിക്കേണ്ട ഒരാളല്ല, എനിക്ക് ഇത്രയൊന്നും കിട്ടിയാ പോരാ. എപ്പോഴും നമ്മൾ പറയുന്ന ഈ എനർജി എവിടെ നമ്മൾ സ്റ്റക്കായത് മുതൽ നമ്മുടെ ലൈഫ് നമ്മൾ ഹാപ്പി ആയിട്ട് ജീവിച്ചത് എവിടോ കിടന്ന് സ്റ്റക്കായിട്ടുണ്ട്. കാരണം നമ്മൾ ആരുടെയൊക്കെയോ ജീവിതത്തിന്റെ ഭാഗമായി നമ്മൾ മാറിയിട്ടുണ്ട്. അവിടുന്ന് മുതൽ നമ്മളാണ് പിന്നെ മാറിക്കൊണ്ടിരിക്കുന്നത്. നമ്മളാണ് ലൈഫിൽ നമ്മുടെ എനർജി നമ്മൾ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്നു. നാളെ ഈ ഒരു സ്പ്രെഡ് ചെയ്ത എനർജി മക്കളിലേക്ക് കൊടുക്കും. മക്കൾ അത് കൊണ്ട് നടന്നിട്ട് അത് വേറൊരാൾക്ക് കൊടുക്കും. ഹെറിഡിറ്ററി ആയിട്ട്, ജെനറ്റിക്കലി ആയിട്ട് എല്ലാം നമ്മൾ കൊടുക്കുന്നത് നമ്മുടെ ബിലീഫ് സിസ്റ്റമാണ് കൊടുക്കുന്നത്. നമ്മളെ ബിലീഫ് സിസ്റ്റമാണ് നമ്മൾ മക്കളിലേക്ക് കൊടുക്കുന്നത്. നമ്മളെ മക്കൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന ബിലീഫ് സിസ്റ്റമാണ്. നമ്മുടെ സൊസൈറ്റിയിൽ സ്പ്രെഡ് ചെയ്യുന്നത് ഈ ബിലീഫ് സിസ്റ്റങ്ങളാണ്. അപ്പോൾ ഈ ബിലീഫ് സിസ്റ്റവും ഈ പറയുന്ന കാര്യമാണ് നമ്മൾ ഈ പറയുന്ന നമ്മുടെ എനർജി ലെവൽസ് ആണ് ഈ ഓരോ കാര്യത്തെയും സെൽഫില് ഒരുപാട് ചേഞ്ചസ് വരുത്തുന്നത്. അപ്പോ ഇവിടെ നമ്മൾ മനസ്സിലാക്കാനുള്ളത്, ഞാൻ ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് ചുരുക്കി പറയാണ് നമ്മള്. കാരണം വലിയൊരു ടോപ്പിക്കിന് ഞാൻ ഒരുപാട് ചുരുക്കാൻ ഞാൻ പരമാവധി ശ്രമിക്കുന്നുണ്ടായിരുന്നു. കാരണം ചുരുക്കി ചെറിയൊരു സമയത്തിനുള്ളിൽ ഇതങ്ങ് ഡെലിവറി ചെയ്ത് കഴിയണം. ഓരോ ടോപ്പിക്കും നമ്മൾ പറയുമ്പോൾ ഈവൻ ഹെർമാറ്റിക് പ്രിൻസിപ്പിൾ, യൂണിവേഴ്സ് ഈസ് മെന്റൽ എന്ന് പറയുന്ന സമയത്ത് കോൺഷ്യസ്നെസ് ആണ്. ഈ ഹെർമാറ്റിക് പ്രിൻസിപ്പിളിനെ കുറിച്ചൊക്കെ നമുക്കറിയാലോ. കറസ്പോണ്ടൻസ്, പോളറൈസേഷൻ, ഒരുപാട് ഒരു 7 പ്രിൻസിപ്പിൾ അതിൽ പറയുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രിൻസിപ്പിൾ ആണ് യൂണിവേഴ്സ് ഈസ് മെന്റൽ എന്ന് പറയുന്നത്. അത് 5000 ഇയേഴ്സ് മുമ്പോട്ട്, 5000 വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടാക്കിയെടുത്ത ഒരു കൺസെപ്റ്റ് ആണത്. ആ കൺസെപ്റ്റ്, ആ കാലത്തുള്ള കൺസെപ്റ്റിനൊക്കെ ഒരുപാട് ശേഷമാണ് ശരിക്കും ഇങ്ങനെയുള്ള ഒരു സിസ്റ്റവും ഇങ്ങനെയുള്ള ഒരു സൈക്കോളജിക്കൽ ആസ്പെക്ട്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. കോൺഷ്യസ്നെസ് ഒക്കെ മര്യാദയ്ക്ക് തന്നെ ഈ എനർജി സ്റ്റേറ്റിലേക്ക് തന്നെ വന്നിട്ടുള്ളത് ശരിക്കും ഈ ക്വാണ്ടം ഫിസിക്സ് ഒക്കെ വന്നതിന് ശേഷമാണ്. ക്വാണ്ടം ഫിസിക്സ് ഒക്കെ വരുന്നത് ഒരു early 1920s വരുന്നത്. അപ്പൊ അവിടുന്ന് മുതലാണ് നമ്മളെ ബ്രെയിനിന് ഇങ്ങനെയുള്ള ഇലക്ട്രിക്കൽ ഇമ്പൾസസ് വരുന്നു എന്നുള്ളതും ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട് എന്നുള്ളതും നമ്മൾ വേറൊരു ആളുകളായിട്ട് നമ്മളിങ്ങനെ ലിങ്ക്ഡ് ആണോ എന്നുള്ളതും നമ്മുടെ ഈ പറയുന്ന ഈ ലോകത്തിൽ തന്നെ പല പ്ലാനറ്റുകൾ ലിങ്ക് ചെയ്യുന്നത് പറയുന്ന പോലെ നമ്മുടെ ഭൂമിയിൽ പല കാര്യം, 2 ധ്രുവങ്ങള്, 2 പോൾസ് സെയിം ആണ് എന്ന് പറയുന്നത് പോലെ അതൊക്കെയാണ് ഹെർമാറ്റിക് പ്രിൻസിപ്പിൾ ഡീറ്റെയിൽ ചെയ്ത് പറയാനുണ്ട്. അത് വേറെ ഒരുപാട് കാര്യങ്ങളാണ്. പക്ഷെ അവിടെ കോൺഷ്യസ്നെസ്, യൂണിവേഴ്സ് ഈസ് മെന്റൽ എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ കോൺഷ്യസ്നെസ് ആണ് ലൈഫ് ഇവന്റ്സിനെ കൊണ്ടുപോകുന്നത്. നമ്മളെ കോൺഷ്യസ്നെസ് ആണ് നമ്മൾ ലൈഫ് ഇവന്റ്സിനെ എക്സ്പീരിയൻസ് ചെയ്യുന്നത് എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ ഓരോ ഇപ്പൊ ഈ കോൺഷ്യസ്നെസ് എന്ന് പറയുന്ന സംഭവം ഈ പറയുന്ന ഓരോ സിറ്റുവേഷൻസിലും ഒരു ജസ്റ്റ് ഒരു വിഷയം പറയാനുണ്ട്. ഒരു സയന്റിസ്റ്റ്, അദ്ദേഹം ഒരു ജേണൽ ഉണ്ട്, ഒരു ആർട്ടിക്കിൾ ഇൻ ജേണൽ നാച്ചർ എന്ന് പറയുന്ന ഒരു ആർട്ടിക്കിൾ ഉണ്ട്. അത് നമുക്കൊന്ന് വായിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ വായിക്കണം നിങ്ങൾ എല്ലാവരും. നാച്ചർ എന്നാണ് ആർട്ടിക്കിളിന്റെ പേര്. അത് എഴുതിയിട്ടുള്ളത് ജോൺ ഹോപ്പിൻസ് യൂണിവേഴ്സിറ്റിയിലുള്ള ഒരു ഫിസിസിസ്റ്റ് ആണ്, റിച്ചാർഡ് കോൺ ഹെൻറി. ഇതാണ് എഴുതിയിട്ടുള്ള ആള്. ആ ആളുടെ ഒരു ഫിസിസിസ്റ്റ് ആണ്. അദ്ദേഹം എഴുതിയതിന്റെ ടോപ്പിക് എന്നത് മെന്റൽ യൂണിവേഴ്സ് എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ ടോപ്പിക് മെന്റൽ യൂണിവേഴ്സ് എന്നുള്ളതാണ്. അപ്പോ ആ ഒരു ആർട്ടിക്കിളൊക്കെ നമുക്ക് വായിച്ചാൽ അതിൽ ശരിക്കും അയാള് ലാസ്റ്റ് അവസാനിപ്പിക്കുന്ന ഒരു ഭാഗമുണ്ട്. അത് ദ യൂണിവേഴ്സ് ഈസ് ഇമ്മെറ്റീരിയൽ, മെന്റൽ ആൻഡ് സ്പിരിച്വൽ.
ഈ വേർഡാണ് ലാസ്റ്റ് എൻഡ് ചെയ്യുന്നത്. യൂണിവേഴ്സ് എന്ന് പറയുന്നത് ഇമ്മെറ്റീരിയൽ, മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു വേൾഡ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവുക. നമ്മൾ അയാൾ എന്നെ സ്നേഹിക്കുന്നില്ല, അയാൾ എന്നെ മനസ്സിലാക്കുന്നില്ല, അതെനിക്ക് കിട്ടുന്നില്ല, ഇതെനിക്ക് കിട്ടുന്നില്ല, ഇങ്ങനെയുള്ള പരാതികളും കാര്യങ്ങളും മെറ്റീരിയലിസ്റ്റിക് ആയുള്ള കാര്യങ്ങൾ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിലും ഇമ്മെറ്റീരിയൽ ആണെന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ മൈൻഡുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ അത് മെന്റൽ ആണ്, അതുപോലെ തന്നെ സ്പിരിച്വൽ ആണ്. ഇത് പറയുന്നത് ഹലോ സോറി, കേൾക്കാവോ? ഓക്കെ. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എന്താണ് അപ്പൊ അതിൽ പറയുന്ന തന്നെ എന്താ വെച്ച് കഴിഞ്ഞാല് അവര് എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആർട്ടിക്കിൾ ആയിട്ടാണ് അതിനെ പറയുന്നത്. ശരിക്കും നാച്ചുറൽ എന്ന് പറയുന്ന ആർട്ടിക്കിൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആർട്ടിക്കിൾ ആണ്. ശരിക്ക് ഈ സൈക്കോളജിക്കലി നമുക്ക് ഒരുപാട് ട്രാൻസ്ഫർ യൂണിവേഴ്സൽ തിയറീസിൽ ഒരുപാട് കാര്യങ്ങൾ കൺവേർട്ട് ചെയ്തിട്ടുള്ള ഒരു ആർട്ടിക്കിളും കൂടിയാണത്. അപ്പൊ അവിടെ അതിലദ്ദേഹം പറയുന്ന ഒരു പോയിന്റ് ആണ്. അപ്പൊ അവിടെ ഈ പറയുന്ന യൂണിവേഴ്സ് ഈസ് മെന്റൽ എന്ന് പറയുന്നതിൽ നമുക്ക് കംപ്ലീറ്റ്ലി നമ്മുടെ എനർജി നെറ്റ് ഭയങ്കര കണക്റ്റഡ് ആണ്. നമ്മുടെ ട്രാൻസ്ഫർ ഓഫ് എനർജി, നമ്മുടെ ചിന്തകള്, നമ്മൾ സംസാരിക്കുന്നത്, നമ്മൾ കേൾക്കുന്നത്, നമ്മുടെ ഉള്ളിലുണ്ടാവുന്ന ബിലീഫ് സിസ്റ്റം, ഇതെല്ലാം കണക്ട് ചെയ്തിട്ടുള്ളത് ഒന്നാണ് നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത്. ഈ ലൈഫിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന പ്രശ്നങ്ങളെല്ലാം ഈ എനർജി ബേസ്ഡ് ആണ്, നമ്മുടെ ബിലീഫ് ബേസ്ഡ് ആണ്. അതന്നെയാണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത്, അതന്നെയാണ് മറ്റുള്ളവർക്ക് കിട്ടുന്നത്, അതന്നെയാണ് നമ്മളും കൊണ്ട് നടക്കുന്നത്. ഇങ്ങനെ ഒരു കൺസെപ്റ്റിലൂടെ എത്തുമ്പോൾ നമുക്ക് സിമ്പിൾ ആയിട്ട് ഈ പറയുന്ന മാനിഫെസ്റ്റേഷൻ കുറച്ചുകൂടി ഈസി ആക്കി എടുക്കാൻ പറ്റും. അപ്പൊ മാനിഫെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഇപ്പൊ നിങ്ങളിൽ ഉണ്ടാവുന്ന എനർജി നമ്മൾ ഫീൽ ചെയ്തുകൊണ്ടായിരിക്കണം നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യേണ്ടത്. ഈ മാനിഫെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അഫർമേഷൻസ് ഒക്കെ നമ്മൾ പറയേണ്ടത് നമുക്കത് കിട്ടിയതുപോലെയാണ്. ഇപ്പൊ 369 മെത്തഡ് എന്ന് പറയുന്നത് നമുക്കത് കിട്ടുന്ന സമയത്ത് നമുക്ക് എങ്ങനെയായിരിക്കും നമുക്ക് ഫീൽ ചെയ്യുന്നത്, ആ ഫീൽ ആയിരിക്കണം നമ്മൾ ഈ 3 ടൈംസ് 6 ടൈംസ് 9 ടൈംസ് ആയിട്ട് നമ്മൾ എഴുതേണ്ടത്. 30 ഡേയ്സ് കണ്ടിന്യൂസ് ആയിട്ട് എഴുതുക, എന്നിട്ട് അത് കണ്ടിന്യൂസ് മാനിഫെസ്റ്റ് ചെയ്യുക, കണ്ടിന്യൂസ് അത് അഫർമേഷനിലൂടെ ഉൾപ്പെടുത്തുക. അങ്ങനെ മെല്ലെ മെല്ലെ നമ്മൾ എനർജി ലെവൽ ഇങ്ങനെ കോൺഷ്യസ് ലെവലോട്ട് നമ്മളിങ്ങനെ ഡെവലപ്പ് ചെയ്തെടുക്കുന്നതിലൂടെ നമ്മുടെ എനർജി ലെവൽ മെല്ലെ മെല്ലെ അപ്ഗ്രേഡ് ചെയ്ത് വരും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പറയാനുള്ളത്. പിന്നെ കുറച്ച് കുറച്ച് ഡീറ്റെയിലിംഗ് നമുക്ക് വേണ്ട ടോപ്പിക് ആയതുകൊണ്ട് തന്നെ ചെറിയ രൂപത്തിലൊക്കെയാണ് നമ്മൾ ഫ്രീക്വൻസിയും വൈബ്രേഷനും ഒക്കെ പറഞ്ഞിട്ടുണ്ടാവുക. അപ്പൊ അവിടെ നമുക്ക് മനസ്സിലായതും മനസ്സിലാവാത്തതുമായ ഒരുപാട് ടോപ്പിക്കുകൾ ഉണ്ടാവും. അപ്പൊ അവിടെ അതിനെക്കുറിച്ചൊക്കെ നമുക്ക് ഡിസ്കഷൻ ചെയ്യാം, സംസാരിക്കാം. ഓക്കെ, താങ്ക് യു. താങ്ക് യു യൂനസ് സാർ, വളരെ സന്തോഷം. എനിക്ക് തോന്നുന്നു മതിയായിട്ടുണ്ടാവില്ല ആളുകൾക്ക് ഇങ്ങനെ കേട്ട്. ഇങ്ങനെ പെട്ടെന്ന് നമ്മളിങ്ങനെ നല്ലൊരു ഭക്ഷണം കഴിച്ചിട്ട് പെട്ടെന്ന് ഇങ്ങനെ നിർത്തി പോവുമല്ലോ, അല്ലെങ്കിൽ കഴിഞ്ഞു എന്നൊക്കെ പറയും വീട്ടിൽ ചിലപ്പോൾ പോകുന്ന സമയത്ത്. അപ്പൊ അതേപോലെയുള്ള ഒരു ഫീലാണ് ശരിക്കും ഉണ്ടായിട്ടുള്ളത്. മനോഹരമായിട്ടുള്ള ഒരു സെഷൻ ആയിരുന്നു. ഒരുപാട് കാര്യങ്ങൾ ഇതിന്റെ അപ്പുറത്തേക്ക് ഈ ഒരു എനർജി എന്നുള്ളത് ഒരുപക്ഷെ പലപ്പോഴും എനർജി ഇൻ യു, പവർഫുൾ ഇൻ യു എന്നൊക്കെ പറഞ്ഞിട്ട് പല രൂപത്തിൽ എനർജി നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കണക്റ്റഡ് ആയിട്ട് പിന്നെ നമ്മൾ ഇങ്ങനെ കേട്ടത് ആദ്യമായിട്ടായിരിക്കും. അപ്പൊ എന്തായാലും വളരെ സന്തോഷമുണ്ട്. എന്തെങ്കിലും സംശയങ്ങൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ്, കാരണം നമുക്ക് നമുക്ക് അടുത്തൊരു സെഷൻ ആരംഭിക്കേണ്ടതുള്ളത് കൊണ്ട് പിന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ചെറിയ സെഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. അതല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പിലേക്ക് പോകാം. എന്തായാലും അതിഗംഭീരമായിട്ടുള്ള ഒരു സെഷൻ ആയിരുന്നു. ചാറ്റ് ബോക്സിൽ മാക്സിമം നിങ്ങളുടെ ഫീഡ്ബാക്കുകളൊക്കെ സാറെ അറിയിക്കുക. ഓക്കെ, ആർക്കെങ്കിലും ഒരാൾക്ക് പറയാനുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചോദിക്കാം. സാറ് പറഞ്ഞൊരു പോയിന്റ്, നമ്മള് കോപ്പി ചെയ്യാതെ അത് നമ്മളിപ്പോ നമുക്കൊരു റോൾ മോഡൽ ഉണ്ടാവാൻ പാടില്ല എന്നുള്ളൊരു, അങ്ങനെയല്ല, റോൾ മോഡൽ എന്നുള്ളൊരു കൺസെപ്റ്റ് അത്ര നല്ലതല്ല. ബിക്കോസ് ഒരാളെ മാത്രം നമ്മൾ റോൾ മോഡൽ ആക്കുമ്പോൾ അയാളുടെ നെഗറ്റീവ് ബിഹേവിയേഴ്സ് അദ്ദേഹത്തിന് ഉണ്ടാവും എന്ന് പറഞ്ഞില്ലേ. അപ്പൊ അത് സാധാരണ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു പുതിയ ക്വാളിറ്റി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതുള്ള ആളുകളെ റോൾ മോഡൽ ആക്കാറുണ്ടല്ലോ. അത് സാധാരണ NLP ടെക്നിക്സിലൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുള്ളതാണ്. അതൊന്നുകൂടെ വിശദീകരിക്കാമോ? നമ്മളവിടെ അത് ശരിക്ക് കൺസെപ്റ്റ് ഓഫ് അറ്റാച്ച്മെന്റ് തന്നെയാണ്.
അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ആളായിട്ട് കൂടുതലായിട്ട് അറ്റാച്ച്ഡ് ആവുന്ന സമയത്ത്, അതായത് ഒരാൾ നമ്മൾ ഫോളോ ചെയ്യാണ്. ഇപ്പൊ ഞാൻ ഒരു എക്സാമ്പിൾ എടുക്കുകയാണ്. എനിക്ക് മമ്മൂട്ടിനെ ഭയങ്കര ഇഷ്ടമാണ്. മമ്മൂട്ടിന്റെ ചില സ്വഭാവങ്ങൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആള് നന്നായിട്ട് ഡയറ്റ് ചെയ്യുന്ന ഒരാളാണ്. ആള് നന്നായിട്ട് ഇങ്ങനെ ഭയങ്കര ക്ലാസിക് സിസ്റ്റത്തിൽ നിൽക്കുന്ന ഫാഷനബിൾ ആണ് എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ആ ആളെ ഒരു ക്വാളിറ്റീസ് മനസ്സിലാക്കി എന്നുള്ളതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. നമ്മൾ റോൾ മോഡൽ എന്ന് പറയുന്ന ചില കേസുകളിൽ ഓവറായിട്ട് അറ്റാച്ച് ചെയ്യുന്നു, ഓവറായിട്ട് ആരാധന മൂത്ത് ആ രീതിയിലോട്ട് നമ്മൾ പോകുന്ന സമയത്ത് അവിടെ നമുക്ക് ശരിക്ക് അറ്റാച്ച്മെന്റ് ആണ് വരുന്നത്, ഒരു എക്സ്ട്രീമിസം ആണ് വരുന്നത്. ആ എക്സ്ട്രീമിസം വരുന്ന സമയത്ത് നമ്മുടെ എനർജി ലോസ് ആയി തുടങ്ങും. കാരണം നമ്മുടെ അയാളിലേക്ക് മാത്രമാണ് നമ്മൾ സ്വന്തത്തെ, നമ്മുടെ സെൽഫ് ലവ് നമ്മൾ നഷ്ടപ്പെടുത്തിയിട്ടായിരിക്കും നമ്മൾ അയാളിലേക്ക് കൂടുതലായിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങും. നമ്മൾ എനർജി കൂടുതലായിട്ട് അയാളിലേക്ക് സ്പ്രെഡ് ചെയ്ത് തുടങ്ങും. അങ്ങനെ തുടങ്ങുന്ന സമയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ ക്വാണ്ടം എൻറ്റാങ്കിൾമെന്റ്, ആ ഒരു കൺസെപ്റ്റ് തന്നെ ഇവിടെ വർക്ക്ഔട്ട് ആവുന്നത്. ഈ രണ്ട് പാർട്ടിക്കിൾസ്, രണ്ട് ആളുകൾ തമ്മിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഫിസിക്കൽ കോണ്ടാക്ട് ഇല്ലാത്ത രീതിയിൽ അവർ തമ്മിൽ കോണ്ടാക്റ്റിലേക്ക് കണക്റ്റഡ് ആയി തുടങ്ങും. അങ്ങനെ കണക്റ്റഡ് ആയിരുന്ന സമയത്ത് ശരിക്കും അത് ട്രാപ്പ് ആണെന്ന് തന്നെ പറയുന്നത്. ആ ട്രാപ്പ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരിൽ ഉണ്ടാകുന്ന നെഗറ്റീവ് ആയിട്ട് വരുന്ന ലൈഫ് എക്സ്പീരിയൻസ് നമ്മളിലേക്കും വരും. കാരണം ക്വാണ്ടം എൻറ്റാങ്കിൾമെന്റ് കൃത്യമായിട്ട് പറയുന്നുണ്ട് രണ്ട് പാർട്ടിക്കിൾസ് ആയിരിക്കും. അതായത് രണ്ട് പോൾസിൽ, ഇപ്പൊ നമ്മൾ ഇവിടെ ഒരു ഗാലക്സിയിൽ ഭൂമി, വേറെ ഏതോ ഒരു ഗാലക്സിയിലുള്ള ഒരു സംഭവം, ഒരു പ്ലാനറ്റുമായിട്ട് ഒരു എൻറ്റാങ്കിൾമെന്റ് സംഭവിച്ചു കഴിഞ്ഞാൽ ഈ ഭൂമിയിൽ നടക്കുന്ന ഇവന്റ്സ് പോലെ തന്നെ അവിടെയും നടക്കുന്നതാണ്. അതായത് കണക്റ്റഡ് ആയി കഴിഞ്ഞാൽ, കണക്റ്റഡ് ആവുന്നത് വരെ അങ്ങനെ ഉണ്ടാവില്ല, കണക്റ്റഡ് ആയി കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ. ഇതന്നെയാണ് നമ്മുടെ ലൈഫിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ കണക്ഷൻ വരുന്ന സമയത്ത്, ഇങ്ങനെ അറ്റാച്ച്മെന്റ് വരുന്ന സമയത്ത് ഈ ഈ സാധനങ്ങൾ, ഈ നെഗറ്റീവ് ലൈഫ് ഇവന്റ്സ് നമ്മുടെ ലൈഫിലും അത് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അവിടെ നമുക്ക് ചെയ്യേണ്ടത് എന്താണ്, അയാളുടെ ക്വാളിറ്റീസ്, പോസിറ്റീവ് ക്വാളിറ്റീസ് നമ്മൾ മനസ്സിലാക്കുക. അത് ആ ആള് അച്ചീവ് ചെയ്ത രീതികളെ കുറിച്ച് മാത്രം പഠിക്കാം. അതൊരു പഠന വിഷയമാക്കുന്നതിലുപരി അതിനെ നമ്മൾ കൂടുതലായിട്ട് നമ്മുടെ ലൈഫുമായിട്ട് അറ്റാച്ച് ചെയ്യാൻ പോവാതിരിക്കാം. അത്രേ ഉള്ളൂ അതിൽ ചെയ്യേണ്ടത്. അത് ചെയ്യുമ്പോൾ മാത്രമേ ഞാൻ ഈ പറയുന്ന നെഗറ്റീവ് വരുന്നുള്ളൂ. അല്ലാതെ ഞാൻ വേറൊരാളെ കാണുന്നു, ആളുടെ സ്വഭാവം കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നു, ആ സ്വഭാവത്തെ പോസിറ്റീവായിട്ട് എനിക്ക് എടുക്കാവുന്നതാണ്. ആ ക്വാളിറ്റി അയാൾ രൂപീകരിച്ച രീതികൾ എനിക്ക് അക്സെപ്റ്റ് ചെയ്യാവുന്നതാണ്, എല്ലാം ചെയ്യാവുന്നതാണ്. നേരെ മറിച്ച് അയാളെ മാത്രം ഫോളോ ചെയ്യുന്ന ഒരു സിസ്റ്റം വരുന്ന സമയത്ത് ഞാൻ ആ ആളിലേക്ക് അറ്റാച്ച്ഡ് ആവുകയും അത് ലൈഫ് എക്സ്പീരിയൻസ് എന്നിലൂടെ ഷെയർ ആവുകയും ചെയ്യും. ക്ലിയർ ആണ്. ഞാൻ മോഡലിംഗ് എന്ന് പറഞ്ഞ NLP ടെക്നിക്ക് ഉണ്ടല്ലോ, ഞാൻ അത് വെച്ചിട്ടാണ് ചോദിച്ചത്. സാധാരണ ഇപ്പോ സ്പോർട്സിലുള്ള ആളാണെങ്കിൽ സച്ചിനെ നമുക്ക് മോഡൽ ചെയ്യാൻ പറ്റുമെന്ന് പറയാറുണ്ട്. സോ സാർ പറഞ്ഞ് ക്ലിയർ ആണ്, ആ ഫീൽഡിൽ നമുക്ക് അതില് മോഡലാക്കാം, അതിൽ മാത്രം നമുക്ക് മോഡൽ ചെയ്യാന്നുള്ളതാണ്. കറക്റ്റ്. ഓക്കെ, താങ്ക് യു ഡോക്ടർ സലാം സാർ, അതേപോലെ തന്നെ ഡോക്ടർ യൂനുസ് സാർ. എന്തായാലും വളരെ സന്തോഷമുണ്ട്. ഇനിയും ഒത്തിരി ആളുകൾക്ക് ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് ഉണ്ടാകും, പക്ഷേ നമുക്ക് സമയപരിമിതി ഉണ്ട്. 8:30 നമുക്ക് വേറൊരു സെഷൻ ഉണ്ട്. അപ്പോൾ 8:25 നമുക്ക് ലിങ്ക് ഓപ്പൺ ആക്കി കൊടുക്കണം. അപ്പൊ ആയതുകൊണ്ട് നമുക്ക് സമയമില്ലാത്തത് കൊണ്ട് നമ്മൾ വൈൻഡപ്പിലേക്ക് പോവാണ്. എന്തായാലും നമ്മൾ ഏകദേശം 7 മണിക്ക് തുടങ്ങി ഏകദേശം 1.5 മണിക്കൂർ ഇവിടെ മനോഹരമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റി. അപ്പോൾ ഇവിടെ എല്ലാവരുടെയും മനസ്സിലുണ്ടാകും, തീർച്ചയായിട്ടും കഴിഞ്ഞ സെഷനിൽ ഇതേപോലെ തന്നെയായിരുന്നു, ഇനിയും സെഷനുകൾ ഉണ്ടാകണം എന്ന ഒരു റിക്വസ്റ്റ് എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ യൂനുസ് സാറിന് ഇവിടെ സമർപ്പിക്കുകയാണ്. അതേപോലെ തന്നെ നേരത്തെ പ്രീമാരിറ്റൽ കൗൺസിലിങ്ങിന്റെ മനോഹരമായിട്ടുള്ള ഒരു സെഷൻ, ഒരു ബാച്ച് നമ്മൾ നടത്തിയിട്ടുണ്ടായിരുന്നു, 3 days വർക്ക്ഷോപ്പ്. അതിനോടനുബന്ധിച്ച് നമുക്ക് പ്രീമാരിറ്റൽ തന്നെ ഡോക്ടർ യൂനുസ് സാറിന്റെ വർക്ക്ഷോപ്പുകൾ, അതിൽ നേരത്തെ പറഞ്ഞ അറ്റാച്ച്മെന്റ് തുടങ്ങിയിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ അതിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഇനി പോസ്റ്റ് മാരിറ്റലും അതേപോലെ തന്നെ അനുബന്ധമായിട്ടുള്ള കുറച്ച് വർക്ക്ഷോപ്പുകളും നമ്മൾ വരുന്നുണ്ട്. അത് നമ്മുടെ ഗ്രൂപ്പിലൂടെ അറിയിക്കും, അല്ലേ യൂനുസ് സാറേ? തീർച്ചയായും. ഓക്കെ. അപ്പോ എന്തായിരുന്നാലും വളരെയധികം സന്തോഷം. അപ്പോൾ യൂനുസ് സാറ് ഈ ഒരു സമയത്ത് നമ്മളിലേക്ക് എത്തിച്ചേരുകയും പിന്നെ നമ്മളോട് സംസാരിക്കുകയും ഒക്കെ ചെയ്തതിലുള്ള സന്തോഷം എല്ലാവർക്കും വേണ്ടിയിട്ട് ഹൃദയത്തിൽ നിന്നുള്ള വളരെ സന്തോഷം, സ്നേഹം അറിയിക്കുകയാണ്. അതേപോലെ തന്നെ ഇവിടെ എത്തിച്ചേർന്ന് ഇത്രയും നേരം കേൾക്കുകയും അത് ഗ്രാബ് ചെയ്തെടുക്കുകയൊക്കെ ചെയ്ത എൻ്റെ പ്രിയപ്പെട്ട എല്ലാ മെമ്പേഴ്സിനും, എല്ലാ പാർട്ടിസിപ്പൻസിനും എല്ലാവിധ സന്തോഷങ്ങളും സ്നേഹങ്ങളും അറിയിച്ചുകൊണ്ട് ഈ ഒരു സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നതായിട്ട് അറിയിച്ചുകൊണ്ട് താങ്ക് യു എവരിവൺ. ബൈ. താങ്ക് യു സർ.